Morning, students. Good morning, sir. Good morning, sir. Good morning, sir. Okay, in the previous class we were discussing about motion of lift. ലിഫ്റ്റിന്റെ മോഷനെ കുറിച്ചായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു വിചാരിക്കുന്നു, അതിന്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു നോർമലി നമ്മൾ ലിഫ്റ്റുകൾ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ആ ലിഫ്റ്റ് അതിന്റെ മുകളിലേക്കുള്ള മൂവ്മെന്റിലും താഴേക്കുള്ള മൂവ്മെന്റിലും നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ, മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു വ്യക്തി അതിനകത്ത് കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ what will be the reaction of the മോഷൻ കാരണം ഉണ്ടാവുന്ന നമുക്ക് ലിഫ്റ്റിന്റെ മോഷൻ കാരണം ആ വ്യക്തിയുടെ ഫീറ്റിൽ ഉണ്ടാവുന്ന റിയാക്ഷനാണ്, കാലിലുണ്ടാവുന്ന റിയാക്ഷൻസ് ആണ്. ഗ്രൗണ്ടും അയാളുടെ ഫീറ്റും തമ്മിലുണ്ടാവുന്ന റിയാക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, if the lift is moving upwards, what will be the reaction on his feet? If the lift is moving downwards, what will be the reaction on his feet? അതാണ് നമ്മൾ ഫസ്റ്റ് കേസായിട്ട് നമുക്ക് ലിഫ്റ്റിന്റെ കേസിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് തന്നെ രണ്ട് കേസ് വരുന്നുണ്ട്. ഒന്ന് ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്സ്, ഒന്ന് ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ്സ്. അത് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ when the lift is moving upwards എന്തായിരുന്നു, reaction is equal to W into 1 plus A by G. And when the lift is moving downwards, reaction is equal to W into 1 minus A by G. അതിപ്പോ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളതാണ് മിക്കവർക്കും ഡൗട്ട് വരിക. നമ്മൾ ഇക്വേഷൻ നമ്മൾ W into 1 plus or minus A by G എന്നുള്ളത് പഠിച്ചു വയ്ക്കും. പക്ഷേ മുകളിലേക്ക് പ്ലസ് ആണോ താഴേക്ക് പ്ലസ് ആണോ, ഏതാണ് പ്ലസ് വരുന്നത് എന്നുള്ളത് ഡൗട്ട് വരും. അപ്പൊ മുകളിലേക്കാണ് എപ്പോഴും പ്ലസ് വരുന്നത്. എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, when the lift is moving upwards we will feel more weight, അല്ലെ? റിയാക്ഷൻ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും. താഴേക്ക് വരുമ്പോൾ, അതായത് ജസ്റ്റ് ഫ്രീ ഫോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, റിയാക്ഷൻ ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും. ഓർ വെയിറ്റ്ലെസ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും വെയിറ്റ് ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ വരും വെയിറ്റ്ലെസ്നെസ് വന്നു കഴിഞ്ഞാൽ, ഫ്രീ ഫോൾ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു രീതിയാണ്, അത് അത്ര ഓർത്താൽ മതി. താഴേക്ക് വരുമ്പോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ W into 1 മൈനസ് ആണ് വരുന്നത്. മൈനസ് വന്നാലേ നമുക്ക് കുറഞ്ഞു വരുള്ളൂ. വെയിറ്റിനെക്കാളും കുറഞ്ഞു വരുന്നത് എപ്പോഴാണ്, മൈനസ് വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അത് A is equal to G ആകുമ്പോൾ ഫ്രീ ഫോൾ ആണ്. A is equal to G means what? Acceleration is equal to acceleration due to gravity, then it's free fall, that is reaction is equal to 0. R is equal to W into 1 minus A by G. Okay, when the body is moving downwards, R is equal to W into 1 minus A by G, and when the lift is moving upwards, R is equal to W into 1 plus A by G. ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. This is the equation for reaction between the man and the feet. മാനും അയാളുടെ റിയാക്ഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ദ ഫ്ലോർ ഓഫ് ദ ലിഫ്റ്റ്. ഓക്കെ, ലിഫ്റ്റിന്റെ ഫ്ലോറും അയാളുടെ കാലും തമ്മിലുള്ള റിയാക്ഷൻ, അതിനിടയ്ക്കുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ലിഫ്റ്റിന്റെ കേസിൽ വേറൊരു കേസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിഫ്റ്റിന്റെ റോപ്പാണ്. ലിഫ്റ്റിന്റെ റോപ്പും ലിഫ്റ്റും തമ്മിലുള്ള ആ റിയാക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അത് സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. അതായത് when we are considering the lift and the rope, അതായത് റോപ്പിൽ ഉണ്ടാവുന്നത് നമുക്ക് റിയാക്ഷൻ അല്ല, അവിടെ ഉണ്ടാവുന്നത് എന്തായിരിക്കും, ടെൻഷനാണ്. റിയാക്ഷന് പകരം നമുക്ക് അവിടെ ഉണ്ടാവുന്നത് എന്താണ്, ടെൻഷനാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ when the lift is moving upwards, മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, T is equal to W into 1 plus A by G എന്നുള്ള ഇക്വേഷൻ വരും. അത് ഓർത്തിരുന്നാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ഷൻ we will be having ടെൻഷൻ. അപ്പൊ നമ്മളിവിടെ വി ആർ നോട്ട് കൺസിഡറിങ് ദ വെയിറ്റ് ഓഫ് ദ മാൻ, വി ആർ കൺസിഡറിങ് ദ വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ്. ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ഓഫ് ദ മാന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കമ്പയർഡ് ടു ദ വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ്, വെയിറ്റ് ഓഫ് ദ മാൻ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. നെഗ്ലക്ട് ചെയ്യേണ്ടാത്ത കേസിൽ നമ്മൾ വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റിന്റെ കൂടെ വെയിറ്റ് ഓഫ് ദ മാൻ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഫൈൻഡ് ഔട്ട് ദ ടെൻഷൻ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ വെയിറ്റ് ഓഫ് ദ മാൻ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്കിവിടെ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ എലിവേറ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഈസ് 5000 ന്യൂട്ടൺ. അപ്പോൾ അതിനകത്തൊരു 50 ന്യൂട്ടൺ അല്ലെങ്കിൽ ഒരു 500 ന്യൂട്ടൺ ആയിരിക്കും ചിലപ്പോൾ വെയിറ്റ് ഓഫ് ദ മാൻ വരുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസ് ഇപ്പോൾ വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസ് വി വിൽ നെഗ്ലക്ട് ദ വെയിറ്റ് ഓഫ് ദ മാൻ. ഓക്കെ, അപ്പോൾ അത് നെഗ്ലക്ട് ചെയ്യേണ്ടാത്ത കേസിൽ വാട്ട് വി വിൽ ഡു, വി വിൽ ആഡ് ദ വെയിറ്റ് ഓഫ് ദ മാൻ അലോങ് വിത്ത് ദ വെയിറ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് ദ ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ ടെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്ന ടെൻഷൻ ഇസ് ബിറ്റ്വീൻ rope and the tension is in the rope and the weight, considering the weight of the lift. ലിഫ്റ്റിന്റെ വെയിറ്റും കൺസിഡർ ചെയ്തിട്ട് ടെൻഷനും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, we will find out the tension in the rope. ഓക്കെ, അപ്പോൾ നമുക്ക് T ആണ് ടെൻഷൻ ഇൻ ദ റോപ്പ്, W is the weight of the lift.
Okay, when the lift is moving upwards, inertia force will be moving downwards. ഇവിടെ A എന്ന് പറയുന്നത് മുകളിലേക്ക് കാണിച്ചിരിക്കുന്നു, that is the lift is moving upwards and the inertia force W by G into A is moving. Inertia force is always acting downwards if the lift is moving upwards. Inertia force എപ്പോഴും മോഷൻ അഗേൻസ്റ്റ് ആയിട്ടായിരിക്കും. അതായത് ഇനേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരുന്നു റെസിസ്റ്റൻസ് ആണ്, ആ മൂവ്മെന്റിന് അഗേൻസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് ആണ് ഇനേഷ്യ ഫോഴ്സ്. അപ്പോൾ അത് W by G into A എന്നുള്ള രീതിയിൽ താഴേക്ക് വരും. ക്ലിയർ ആണെന്നായിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇക്വേഷൻ നമുക്ക് എന്ത് പറ്റുന്നു? The lift is moving upwards, then എന്ത് ചെയ്യുന്നു, ആക്സലറേറ്റ് ചെയ്ത് ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇനേഷ്യ ഫോഴ്സ് ഡൗൺവേർഡ്സ് ആയിരിക്കും. ആൻഡ് ദ ഇക്വേഷൻ ഫോർ ടെൻഷൻ വിൽ ബി ഈക്വൽ ടു W into 1 plus A by G. ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ഷൻ ഹിയർ വി ആർ ഹാവിംഗ് ടെൻഷൻ. അത്ര ഓർത്താൽ മതി. അതിന് തന്നെ ഇത് മാനിന്റെ കേസിൽ നമുക്ക് when the elevator moves up with uniform deceleration ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോഴാണ് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു W into 1 plus A by G ആണ് നമ്മളെ ഇക്വേഷൻ. when the lift is moving up always R is equal to W into 1 plus A by G ആണ്. പക്ഷേ ഇവിടെ ഡീസലറേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആക്സലറേഷൻ ആണ്, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്തതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വർക്ക് പവർ എനർജി കേസാണ് ഈ മൊഡ്യൂളിനകത്ത് വരുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും പ്രസന്റേഷൻ വിസിബിൾ ആണല്ലോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് എന്താണ് വർക്ക് ഡൺ, ഓൾറെഡി നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത്. ഈ മോഡ്യൂളിൽ ഫുൾ അങ്ങനെ തന്നെയാണ്. ബേസിക് കൺസെപ്റ്റ് ഓൺലി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ സിലബസിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ഓവറായിട്ട് അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പോവില്ല. കാരണം ഡയറക്റ്റ് ഇക്വേഷനും അതിന്റെ പ്രോബ്ലംസും എന്നുള്ള രീതിയിൽ മാത്രമാണ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഓൾറെഡി അതിന്റെ ബേസ് ഉണ്ട് എന്നുള്ളൊരു അസംഷൻ. ഓക്കെ, കാരണം പ്ലസ് 1 പ്ലസ് 2 അതൊക്കെ പഠിക്കും. പ്ലസ് 2 ആയിരുന്നു നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ്, സ്കൂൾ ലെവൽ അപ്പോൾ അത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് വർക്ക് ഡൺ, എപ്പോഴാണ് നമ്മൾ വർക്ക് ഡൺ എന്നുള്ളത് പറയുന്നത് സ്കൂൾ ലെവലിൽ നിന്ന് കേൾക്കുന്നതാണ്. വെൻ ക്യാൻ ബി സേ ദാറ്റ് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ആസ് പെർ ഫിസിക്സ്. ഫിസിക്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പറയാം. മെക്കാനിക്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അതിനകത്ത് ആസ് പെർ ഫിസിക്സ് വാട്ട് ഈസ് വർക്ക് ഡൺ. വർക്ക് ഡൺ നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ളത് എപ്പോഴാണ് പറയുക? നമ്മൾ ഫിസിക്സിന്റെ വർക്ക് ഡൺ ഉണ്ട്, തെർമോഡൈനാമിക്സിന്റെ വർക്ക് ഡൺ ഉണ്ട്. അത് ഡിഫറെന്റ് ആണ്, രണ്ട് ഡിഫറെന്റ് ആണ്. തെർമോഡൈനാമിക്സ് വർക്ക് ഡൺ പറയുന്നത് വേറെയാണ്. ഫിസിക്സ് നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് അടുത്ത സെമിസ്റ്ററിലാണ് വരുന്നത്. എപ്പോഴാണ് നമ്മൾ ഫിസിക്സിൽ ഒരു വർക്ക് ചെയ്തു എന്ന് പറയുന്നത്? ഒരാളൊരു ബോഡി തലയിലെടുത്ത് ചുമന്നുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ആസ് പെർ ഫിസിക്സ് ഒരു വെയിറ്റ്, വലിയൊരു വെയിറ്റ് എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ അബ്ദുൾ? അബ്ദുൾ ബാസിത്ത ഇല്ല. അതെന്തുകൊണ്ടാ പറയുന്നത് അങ്ങനെ ഇല്ല എന്ന് പറയാൻ കാരണം എന്തുവാ? എന്തായിരിക്കും കാരണം? അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബോഡി മൂവ് ചെയ്യുക എന്നുള്ള കൺസിഡറേഷൻ മാത്രമല്ല, നമ്മൾ രണ്ട് കേസുകളാണ് വർക്ക് ചെയ്യണം. ആസ് പെർ ഫിസിക്സ് രണ്ട് കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം ആൻഡ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം, ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഫോഴ്സ് ഒരു ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് വേറെ ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വർക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതിന്റെ ആ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷനിൽ നമുക്ക് എന്തായിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം? ആസ് പെർ ഫിസിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ വരുന്നത് നോക്കുക. ഈ ഒരു ഇത് നോക്കുക. ഇതിനകത്ത് നമുക്കൊരു ഫോഴ്സ് ഉണ്ട് അല്ലെ, പി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, പുഷിംഗ് ഫോഴ്സ് പി. ദിസ് ഫോഴ്സ് ഈസ് കോസിങ് എ ഡിസ്പ്ലേസ്മെന്റ്. യെസ്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബോഡിക്ക് ഇങ്ങനെ ഒരു ബോഡി ഉണ്ട്, അതിനകത്ത് നമ്മളൊരു പുഷിംഗ് ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ആ പുഷിംഗ് ഫോഴ്സ് കൊടുക്കുന്നത് വഴി നമ്മളിപ്പോൾ അത് ബോഡി മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ വാളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ വാളിലേക്ക് നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്നു, വാൾ മൂവ് ചെയ്യുന്നില്ല, ഭിത്തി മൂവ് ചെയ്യുന്നില്ല അല്ലെ, ഭിത്തി മൂവ് ചെയ്യുന്നില്ല. അപ്പോഴും നിങ്ങൾക്ക് വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി മൂവ് ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിലെ ടേബിളിൽ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് വരെ അത് മൂവ് ചെയ്യില്ല. കാരണം ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ അല്ലേ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത് ബോഡി മൂവ് ചെയ്യില്ല. അത് ലിമിറ്റിംഗ് കേസ് വരെ വരും. അതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ വീണ്ടും നമ്മൾ ഫോഴ്സ് ഇങ്ങനെ കൊടുത്ത് അത് കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ കേസ് വരുമ്പോൾ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴേ വർക്ക് ചെയ്തു എന്ന് പറയുള്ളൂ. അതുവരെ നിങ്ങൾ എനർജി സ്പെൻഡ് ചെയ്തത് വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ടേബിള്
പുഷ് ചെയ്തു, ടേബിൾ പുഷ് ചെയ്തപ്പോൾ ടേബിൾ മൂവ് ചെയ്തു, ടേബിൾ പുഷ് ചെയ്ത ഡയറക്ഷനിൽ മൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ബോഡിയിൽ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ പുഷ് ചെയ്തു, നിങ്ങളുടെ നേരെ തന്നെ ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ആണല്ലോ, നിങ്ങൾ പുഷ് ചെയ്ത്, നിങ്ങളൊരു ഫോഴ്സ് കൊടുത്തു, പുഷ് ചെയ്തു, പക്ഷെ നിങ്ങളുടെ ഡയറക്ഷനിൽ തന്നെയാണ് അത്, ആ പുഷ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിലല്ല പോയത്, തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കൺസെപ്റ്റ്. അപ്പൊ ഇതാണ് നമുക്കൊരു ബോഡി, ഈ ഒരു ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്തു, പുഷിംഗ് ഫോഴ്സ് കൊടുത്തു, പി കൊടുത്തു. സോ ദ ബോഡി ഗോട്ട് ഡിസ്പ്ലേസ്ഡ് വിത്ത് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എസ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ലീനിയർ ആയിരുന്നു. അപ്പോൾ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് പി ഇൻറ്റു എസ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്താൽ മതി. ഫോഴ്സ് പുഷിംഗ് ഫോഴ്സ് പി ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ് വർക്ക് ഡൺ. അതെല്ലാവർക്കും അറിയാം, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഓൾവേസ് വർക്ക് ഡൺ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മീൻസ് വാട്ട്, അപ്ലൈഡ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പുഷിംഗ് ഫോഴ്സ് കൊടുക്കുന്നു. ക്ലിയർ ആണോ? ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ദ ബോഡി ഈസ് ഗെറ്റിംഗ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് അത് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ തന്നെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അപ്പൊ ഈ പുഷിംഗ് ഫോഴ്സ് പി എന്ന് പറയുന്നതിന് രണ്ട് കോമ്പണന്റ് വരും. ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റും ഉണ്ട്, ഒരു വെർട്ടിക്കൽ കോമ്പണന്റും ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ റിസോൾവിങ് നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു കേസിൽ വി ആർ അപ്ലൈങ് ആൻ ഇൻക്ലൈൻ ഫോഴ്സ്. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ ഇൻക്ലൈൻ ഫോഴ്സ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് പി, ഇതിനെ റിസോൾവ് ചെയ്യുന്നത് ഇവിടെ ഒരു പി കോസ് തീറ്റ എന്നുള്ള ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ താഴേക്ക് എന്തുണ്ട്, വെർട്ടിക്കലി താഴേക്ക് പി സൈൻ തീറ്റ എന്നുള്ള ഒരു ഫോഴ്സ് വരുന്നുണ്ട്. അതായത് തീറ്റയോട് ചേർന്നത് എപ്പോഴും എന്തായിരിക്കും, തീറ്റയോട് ചേർന്നത് എപ്പോഴും കോസ് ആയിരിക്കും. അതെപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ തീറ്റ ഇത് പി ആണെന്നുണ്ടെങ്കിൽ, ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ തീറ്റയോട് ചേർന്ന് വരുന്ന പോർഷൻ എന്തായിരിക്കും, കോസ് ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് സൈൻ ആയിരിക്കും. കാരണം എന്തുകൊണ്ട്, ഇവിടെ തീറ്റ വരുന്നില്ലല്ലോ. ഇവിടെ തീറ്റ വന്നിരുന്നെങ്കിൽ അവിടെ കോസ് വന്നേനെ. പക്ഷെ ഇവിടെ അല്ല തീറ്റ വന്നേക്കുന്നത്, ഇവിടെയാണ് തീറ്റ വന്നേക്കുന്നത്. തീറ്റയോട് ചേർന്നത് എപ്പോഴും കോസ് ആയിരിക്കും. സോ ദിസ് ഇസ് പി കോസ് തീറ്റ. ഇങ്ങനെ ഒരു ഫോഴ്സ് പി വരുന്നുണ്ടെങ്കിൽ, ആൻഡ് ദിസ് ഇസ് തീറ്റ ആണെന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് പി കോസ് തീറ്റ ആൻഡ് ദിസ് ഇസ് പി സൈൻ തീറ്റ. എഴുതുന്ന കാണാൻ പറ്റുന്ന ആയിരിക്കുന്നു. ഞാൻ എഴുതുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? സിമ്പിൾ ആണോ? എല്ലാവർക്കും സിമ്പിൾ ആണോ? ഓക്കെ, അപ്പൊ പി കോസ് തീറ്റ. അപ്പൊ നമ്മൾ ഈ പിയുടെ രണ്ട് കോമ്പണന്റ് വരുന്നുണ്ട്. ഇതിനകത്ത് ഏത് ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത്? ഈ സൈൻ തീറ്റയുടെ ഡയറക്ഷനിലാണോ ബോഡി മൂവ് ചെയ്യുന്നത്? താഴേക്ക് ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ ഏത് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത്? ബോഡി ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അല്ലേ? ബോഡി ഈസ് ഹാവിംഗ് എ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇൻ ദിസ് ഡയറക്ഷൻ, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പൊ ഇതിനകത്തുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമാണ് അത് വർക്ക് ചെയ്യുന്നത്. വെർട്ടിക്കൽ ഫോഴ്സ്, അതായത് പിയുടെ വെർട്ടിക്കൽ കോമ്പണന്റ് വർക്ക് ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? വ്യക്തമാണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഏത് കൺസിഡർ ചെയ്താൽ മതി? ഇവിടെ ഫോഴ്സ് എടുക്കുമ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ ഏതെന്ന് പറയുമ്പോൾ വർക്ക് ഈസ് ടു ബി ഡൺ ഇൻ ദിസ് കേസ് ഏതാണ് പറയുന്നത്? ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്. ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് പി കോസ് തീറ്റ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ എസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇവിടെ വരുന്നത് എസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഈ ഒരു ക്വസ്റ്റിനിൽ നിന്ന് പുതിയൊരു ക്വസ്റ്റ്യനിലേക്ക് എത്തിയപ്പോൾ ട്രാവൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എസ് ആണ്. സോ പി കോസ് തീറ്റ ഇൻറ്റു എസ് ആണ് നമ്മളുടെ വർക്ക് ഡൺ. Yeah, we will not be, there is no displacement in the direction of p sin theta. So p sin theta into 0, that is equal to 0 എന്ന് വരും. Work done in the direction, perpendicular direction എന്ന് പറയുന്നത്, perpendicular directionലുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് p sin theta കൊണ്ടുണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. എന്തുകൊണ്ടാണ്? There is no displacement in the direction of p sin theta, so the work done is equal to 0. There is only displacement in the direction of p cos theta, so p cos theta into s. അങ്ങനെയാണ് നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു കേസ് പറഞ്ഞപ്പോഴാണ് നമ്മളൊരു ഞാനൊരു കാര്യം ഓർത്തത്. നമുക്ക് കാറ്, ട്രെയിൻ, ഇതൊക്കെ എവിടെയാണ് നമുക്ക് അതിന്റെ ഡ്രൈവ് വരുന്നത്? പുഷിംഗ് ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത്? ഒരു വെഹിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വീലായിരിക്കും പുഷ് ചെയ്യുന്നത്? നമ്മൾ വെഹിക്കിളിനെ ഈ രീതിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും എളുപ്പം. ഒരു വെഹിക്കിളിന് ഒരു ബോഡി, വെഹിക്കിൾ വേണ്ട, നമുക്കൊരു ബോഡി, ഈ ബോഡിയെ വീലുള്ള ഒരു ബോഡി, ഒരു കാറിനോ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം നമുക്ക്.
നിങ്ങൾ തള്ളിക്കൊണ്ട് പോകുന്നു. നിങ്ങൾ ഈ രീതിയിൽ ഫോഴ്സ് കൊടുക്കുന്നതാണോ എളുപ്പം, ഈ രീതിയിൽ ഫോഴ്സ് കൊടുക്കുന്നതാണോ എളുപ്പം? വിച്ച് വിൽ ബി ബെറ്റർ? ഏതാണ് ബെറ്റർ? ഫോഴ്സ് നിങ്ങൾ ഏതാണ് ബെറ്റർ? പുറകിൽ നിന്നുള്ളതാണോ ബെറ്റർ? ഏതായിരിക്കും ബെറ്റർ? പുഷിങ് ആണോ പുള്ളിങ് ആണോ? നിങ്ങൾ വീട്ടിലിരിക്കുന്ന ടേബിൾ നിങ്ങൾ പുള്ളി ചെയ്ത് നീക്കുന്നതാണോ എളുപ്പം, പുഷ് ചെയ്ത് നീക്കുന്നതാണോ എളുപ്പം? എന്തുകൊണ്ട് പുള്ളി ചെയ്യുന്നത്, എന്തുകൊണ്ട് പുഷ് ചെയ്യുന്നത്? പുള്ളി ചെയ്യുമ്പോ നമ്മുടെ മേത്തോട്ട് അടുത്തോട്ടല്ലേ വന്നത്. നമ്മൾ കാറിനൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവും ബാക്ക് വീൽ ഡ്രൈവും ഉണ്ട്. എന്താണ് ബാക്ക് വീൽ ഡ്രൈവിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവിന്റെ അഡ്വാൻറ്റേജ്? ഏതായിരിക്കും ബെറ്റർ? കാറിനൊക്കെ എന്തുകൊണ്ട് നമ്മൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് കൊടുക്കുന്നു? ബസ്സിനൊക്കെ വരുമ്പോൾ നമ്മൾ ബാക്ക് വീൽ ഡ്രൈവ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? നമ്മൾ ബാക്ക് വീൽ ഡ്രൈവ് നമ്മൾ ആക്സിൽ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ ഹബ്ബ് ബാക്കിൽ വന്ന് ബാക്ക് വീലിൽ നിന്നാണ് നമുക്ക് ബാക്ക് വീലിലാണ് ഡ്രൈവ് പവർ സപ്ലൈ ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഫ്രണ്ട് വീൽ ആകുമ്പോഴത്തേക്കും മാനൂവർ ചെയ്യാൻ പാടായിരിക്കും. എന്തായിരിക്കും പാട്? നമുക്ക് കാറിനകത്തൊക്കെ നമ്മൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് കൊടുക്കുന്നത്, എഞ്ചിൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു, അവിടെ നിന്ന് തന്നെ ഡ്രൈവ് താഴത്തെ ഫ്രണ്ടിലത്തെ വീലിനാണ് നമ്മൾ ഡ്രൈവ് കൊടുത്തിരിക്കുന്നത് കാറിനകത്തൊക്കെ, മിക്ക കാറിനും. കുറച്ച് ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസിന് മാത്രമേ നമുക്ക് ബാക്ക് വീൽ ഡ്രൈവ് കൊടുക്കാറുള്ളൂ. പിന്നെ വരുന്ന വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവ് ഉള്ള വെഹിക്കിൾസ്. എനിക്ക് ഫ്രണ്ട് വീലും ബാക്ക് വീലും. ഫ്രണ്ട് വീൽ എന്ന് പറയുമ്പോൾ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഈ പുള്ളിംഗ് ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ബാക്ക് വീൽ എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ രണ്ടാമത്തെ കേസ് ആയിരിക്കും വരുന്നത്. ബാക്ക് വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള കേസാണ് വരുന്നത്. ട്രെയിൻ ഫ്രണ്ടിലാണ് എഞ്ചിൻ വരുന്നത്. എന്തുകൊണ്ട് ട്രെയിൻ ബാക്കിൽ എഞ്ചിൻ വന്നിട്ട് പുഷ് ചെയ്തുകൊണ്ട് പോകുന്നില്ല? ഫ്രണ്ടിൽ എഞ്ചിൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനിനെ പുള്ള് ചെയ്തുകൊണ്ട് പോകുന്നത്. പുള്ള് ചെയ്തുകൊണ്ടാണ് പോകുന്നത്, അവിടെ പുഷ് ചെയ്തുകൊണ്ട് തന്നെ പോകുന്നത്. അറിയാമോ? അപ്പൊ ഇത്രയും നോക്കിയാൽ മതി. അതായത് ഈ ഒരു പുള്ളിംഗ് ഫോഴ്സ് പി എ രണ്ട് കോമ്പണന്റ് ഉണ്ട്. അതായത് പിയുടെ ഒരു കോമ്പണന്റ് എന്ന് പറയുന്നത് പി കോസ് തീറ്റ. ഇവിടെ ഈ ഒരു കോമ്പണന്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറയുന്നത് പി സൈൻ തീറ്റ. ഇവിടുത്തെ പിയുടെ ഈ കോമ്പണന്റ് എന്ന് പറയുന്നത് പി കോസ് തീറ്റ. ഇവിടുത്തെ ഈ കോമ്പണന്റ് എന്ന് പറയുന്നത് പി സൈൻ തീറ്റ. ഇവിടെ പി കോസ് തീറ്റ രണ്ടിനും സെയിം തന്നെയാണ് അല്ലേ? പി കോസ് തീറ്റ രണ്ടിനും സെയിം തന്നെയാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിംഗ് ഫോഴ്സ്, ഈ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് തന്നെയാണ് പി കോസ് തീറ്റ വരുന്നത്. പക്ഷേ ഈ സൈൻ തീറ്റ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കോമ്പണന്റ് ആണ്. ഈ സൈൻ തീറ്റ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കോമ്പണന്റ് ആണ്. അത് നമ്മൾ പുള്ള് ചെയ്യുമ്പോൾ ഈ സൈൻ തീറ്റ ഈ ബോഡി എന്ത് ചെയ്യണം, അതിന് ഏതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണം? അതിന്റെ വെയിറ്റ് ഉണ്ടാവും, ബോഡിയുടെ വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ഓൾവേസ് ബി ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലേ? ആണല്ലോ. അപ്പൊ ഈ വെയിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പി സൈൻ തീറ്റ ആക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വെയിറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ പുള്ളിംഗ് ഫോഴ്സ് ആകുമ്പോൾ പി കോസ് തീറ്റയും പി സൈൻ തീറ്റയും വരുന്നുണ്ട്. വെയിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പി സൈൻ തീറ്റ ആക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പുഷിംഗ് ഫോഴ്സ് ആകുമ്പോൾ നമ്മളുടെ പി സൈൻ തീറ്റ എന്ന് പറയുന്നത് വെർട്ടിക്കലി താഴേക്ക് വരുന്ന ഫോഴ്സ് ആണ്. ദാറ്റ് വിൽ ബി ആഡഡ് അലോങ് വിത്ത് ദ വെയിറ്റ്. അതായത് അത് ഗ്രൗണ്ടിലേക്ക് വീണ്ടും പുഷ് ചെയ്യണം, ബോഡിയെ ഗ്രൗണ്ടിലേക്ക് വീണ്ടും പുഷ് ചെയ്യണം. പി സൈൻ തീറ്റ പ്ലസ് ഡബ്ല്യു ആയിരിക്കും ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ മുകളിലത്തെ ഫസ്റ്റ് കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡബ്ല്യു മൈനസ് പി സൈൻ തീറ്റയാണ് വരുന്നത്. അതായത് ഡബ്ല്യുവിനെ കുറച്ച് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കേസിൽ. പക്ഷെ രണ്ടാമത്തെ കേസിൽ പി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഡബ്ല്യുവിനെ ആഡ് ചെയ്ത് ടോട്ടൽ വെയിറ്റ് ആയിരിക്കും നമുക്ക് ഇതായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കേസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ട്രാക്ഷൻ ഫോഴ്സ് കൂടുതലായിരിക്കും, ട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. അതായത് ഗ്രൗണ്ടും ബോഡിയും തമ്മിലുള്ള ട്രാക്റ്റീവ് ഫോഴ്സ് ഏതിൽ കൂടുതലായിരിക്കും? രണ്ടാമത്തെ കേസിൽ കൂടുതലായിരിക്കും. അപ്പൊ ഗ്രൗണ്ടുമായിട്ടുള്ള കോൺടാക്ട് കൂടുതലായിരിക്കും. ട്രാക്ഷൻ കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ ഗ്രൗണ്ടുമായിട്ടുള്ള കോൺടാക്ട് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു പവർ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ ഗ്രൗണ്ടുമായിട്ട് ഒരു സ്ലിപ്പറി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കൂടുതൽ കിട്ടും. വെഹിക്കിളിന്റെ കൺട്രോൾ കുറച്ചുകൂടി കൂടുതൽ ഈ ബാക്ക് വീൽ ഡ്രൈവിന് കൂടുതൽ കിട്ടും. പക്ഷെ ഫ്രണ്ട് വീൽ ഡ്രൈവിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കുറവായിരിക്കും. കാരണം നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പുള്ളിംഗ് ഫോഴ്സ് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് പി സൈൻ തീറ്റ കൂടുന്നു. അതിനനുസരിച്ച് വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് റിഡ്യൂസ് ചെയ്യുന്നു. ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഗെറ്റിംഗ് റിഡ്യൂസ് ബിക്കോസ് പി സൈൻ ഡബ്ല്യു മൈനസ് പി സൈൻ തീറ്റയാണ് അവിടെ വരുന്നത്. ഇവിടെ വരുന്നത് ഡബ്ല്യു
പ്ലസ് പി സി അതായത് എത്രത്തോളം നമ്മുടെ പുള്ളിംഗ് ഫോഴ്സ് കൂടുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു ആ ട്രാക്ഷൻ കൂടി വരുന്നുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണോ? മനസ്സിലായി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്? എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് വീൽ ഡ്രൈവ്, എന്തുകൊണ്ടാണ് ബാക്ക് വീൽ ഡ്രൈവ്? ഫ്രണ്ട് വീൽ ഡ്രൈവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പുള്ളിംഗ് ഫോഴ്സ് ആണ്, പുള്ളി ചെയ്യണം, നമ്മൾ വലിച്ചിട്ടുകൊണ്ട് പോവുകയാണ്. പുള്ളി ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെയിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കോമ്പണന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡബ്ല്യു എന്ന് പറയുന്നതിന് വെയിറ്റ് താഴേക്കാണ്, അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പി സൈൻ തീറ്റ കോമ്പണന്റ്, വെർട്ടിക്കൽ കോമ്പണന്റ് ആക്ട് ചെയ്യുന്നത്. അത് മുകളിലേക്കാണ്. ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ബോഡി മീൻസ് ഗെറ്റിംഗ് റെഡ്യൂസ്. പക്ഷേ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാക്റ്റീവ് ഫോഴ്സ് കൺട്രോൾ, അതായത് ഗ്രൗണ്ട് ആയിട്ടുള്ള ട്രാക്റ്റീവ് ഫോഴ്സ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് കുറവായിരിക്കും. കൺട്രോൾ കുറച്ചുകൂടി കുറയും. നമുക്ക് പുള്ളിംഗ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് കൺട്രോൾ വരാം. അപ്പോൾ കുറച്ചുകൂടി ഹെവി വെഹിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്റ്റീവ് കൺട്രോൾ വളരെയധികം അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാക്ക് വീൽ ഡ്രൈവ് കൂടുതൽ വേണം. ബാക്ക് വീൽ ഡ്രൈവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ബാക്ക് വീൽ ഡ്രൈവിൽ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ബോഡി പുള്ളിംഗ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് പി സൈൻ തീറ്റ ആഡ് ഓൺ ചെയ്യും വെയിറ്റിന്റെ കൂടെ. അപ്പോൾ നമുക്ക് ട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ കിട്ടും. ഇതാണ് ജസ്റ്റ് ഒരു സിമ്പിൾ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇതിനകത്തൊന്നും വലിയ ആവശ്യമില്ല. പക്ഷേ ആപ്ലിക്കേഷൻ ഞാൻ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ട്രെയിനിനകത്ത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുള്ളിംഗ് ഫോഴ്സ് നമുക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ വർക്ക്. നമുക്കത് ആവശ്യം, നമുക്ക് ഈ ഒരു കേസ് മാത്രമേ ആവശ്യമുള്ളൂ. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വർക്ക്. അപ്പോൾ ഇതിനകത്ത് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡൺ. അത് എപ്പോഴാണ് അങ്ങനെ വരുന്നത്? ഇഫ് യു ആർ ടേക്കിംഗ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലോട്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദി ഏരിയ അണ്ടർ ദ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം, ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഏരിയയാണ് വർക്ക് ഡൺ കാണിക്കുക. ഈ ബോഡി വർക്ക് ചെയ്യുന്നത് എന്താണ് കാണിക്കുന്നത്? റെക്ടാംഗുലർ ഏരിയ. റെക്ടാംഗുലർ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരുന്നത്? എസ് ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ വരുന്നത്? എഫ് ആണ്. അപ്പൊ എഫ് കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് റെക്ടാംഗിൾ ആയിരിക്കും കിട്ടുന്നത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഏരിയ ആണല്ലോ. ഈ ഏരിയയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിന്റെ ഏരിയയാണ് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ വരും, എഫ് ഇൻറ്റു എസ് എന്ന് പറയും. ഇപ്പോൾ ഫോഴ്സ് വേരി ചെയ്യുന്നു. ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല, കോൺസ്റ്റന്റ് ഫോഴ്സ് 50 ന്യൂട്ടൺ കോൺസ്റ്റന്റ് ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം 5 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ, 15 ന്യൂട്ടൺ, 20 ന്യൂട്ടൺ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് ചെയ്യുന്നു. ഇപ്പൊ ഗ്രാജുവലി വേരിയിങ് ആണ് എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഈസ് വേരിയിങ് ലീനിയർലി, നമുക്കൊരു ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുക. ഫോഴ്സ് ഇങ്ങനെ കൂടി കൂടി വരുന്നു. ആദ്യം എന്തായിരുന്നു? 10 ന്യൂട്ടൺ ഫോഴ്സ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്തായി? 20 ന്യൂട്ടൺ ഫോഴ്സ് ആയി. ഇവിടെ വന്നപ്പോൾ എന്തായി? 40 ന്യൂട്ടൺ ഫോഴ്സ് ആയി. ഇവിടെ വന്നപ്പോൾ എന്തായി? 70 ന്യൂട്ടൺ ഫോഴ്സ് ആയി. ഇവിടെ വന്നപ്പോൾ എന്തായി? 100 ന്യൂട്ടൺ ഫോഴ്സ്. ഇങ്ങനെ ഫോഴ്സ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ന്യൂട്ടൺ ആണേ, ഫോഴ്സ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ കൂടി കൂടി വരുന്നു ഡിസ്പ്ലേസ്മെന്റ് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ ഒരു വേരിയിങ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുക. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച് ആണ് നമുക്ക് എപ്പോഴും ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. വേർ ഡി എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്, ഡിസ്പ്ലേസ്മെന്റ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്, അപ്ലൈഡ് ഫോഴ്സ്. ഈ ഹൈറ്റ് ആണ് നമുക്ക് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഏറ്റവും മാക്സിമം അപ്ലൈ ചെയ്ത ഹൈറ്റ് ആണ്, നമ്മൾ ഏറ്റവും മാക്സിമം അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ്, ലീനിയർലി വേരിയിങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ആൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ റെപ്രസെന്റ്സ് ഏരിയ ഓഫ് ട്രയാങ്കിൾ റെപ്രസെന്റ്സ് വർക്ക് ഡൺ. ഏരിയ ഓഫ് ട്രയാങ്കിൾ റെപ്രസെന്റ്സ് വർക്ക് ഡൺ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ലീനിയർലി വേരിയിങ് ഫോഴ്സിനാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു എസ് ആണ് നമ്മുടെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ. നോർമലി നമ്മൾ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എഫ് ഇൻറ്റു എസ് വന്നു. അത് കാരണം റെക്ടാംഗിളിന്റെ ഏരിയ ആണ് വരുന്നത്. അവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് റെക്ടാംഗിൾ ആണ് വരുന്നത്, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ലീനിയർലി വേരിയിങ് ആണെന്നുണ്ടെങ്കിൽ we will be getting a triangle and the area of the triangle is half BH and the area is equal to work done. So half BH എന്ന് പറയുമ്പോൾ half into F into S. ഇനി വേരിയിങ് ആസ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ആയിട്ട് വേരി ചെയ്യുന്നത്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ് 4x + 3x അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വേരി ചെയ്യുന്നു. ഓക്കെ, അതൊരു കോൺസ്റ്റന്റ് അല്ല. ആ എക്സിന്റെ വാല്യൂ അനുസരിച്ച് വേരിയിങ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരികയാണ് ഫോഴ്സ് എന്നുണ്ടെങ്കിൽ then we will be getting a curve. ഒരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിപ്പോൾ ഏത് ഷേപ്പ് ആണെങ്കിലും ആകാം. അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ ഏരിയ. ഈ ഒരു ഇതിനടിയിലുള്ള ഏരിയ ആണ്, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് ഏരിയ എന്ന് പറയുന്നത്. ഏരിയ ഈസ് ഈക്വൽ ടു
work done. Area under force displacement curve. Area under force displacement curve is work done. അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഫോഴ്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു കർവ് കിട്ടി. ആ കർവിനടിയിലുള്ള ഏരിയ ആണ് വർക്ക് ഡൺ. എപ്പോഴും ആ കർവിനടിയിലുള്ള ഏരിയ ആണ്. അതുകൊണ്ട് ഇതിനകത്ത് കർവ് എന്ന് പറയുമ്പോൾ ഒരു റെക്ടാംഗിൾ ആയിരുന്നു. ഇവിടെ ഒരു ട്രയാംഗിൾ ആണ് കർവിനടിയിലുള്ള ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്പ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്ത് പിടിക്കുക. അതായത് ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന്, ഇതാണ് ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തിയപ്പോൾ 1 to 2 പൊസിഷനിൽ മൂവ് ചെയ്തപ്പോൾ F into ds അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചെറിയ ചെറിയ സ്ട്രിപ്സ് ആക്കി. ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാലോ, എങ്ങനെയാണ് ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ചെറിയൊരു സ്ട്രിപ്പ് കൂടെ കൺസിഡർ ചെയ്യും. ഇവിടെ റെക്ടാംഗിൾ സ്ട്രിപ്പ്, അതിന്റെ ഏരിയ ഉണ്ട്. അതാണ് ഫോഴ്സിന്റെ F into ds എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം F എന്ന് പറയുന്നത് നമ്മളിവിടെ കോൺസ്റ്റന്റ് ആക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ സ്ട്രിപ്സ് അത് മൊത്തത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഫ്രം 1 to 2. ഇത് അടുത്ത റെക്ടാംഗിൾ, ഇങ്ങനെ കുറെ ചെറിയ ചെറിയ റെക്ടാംഗിൾസ് കൺസിഡർ ചെയ്ത് അതിന്റെ സമ്മേഷൻ ആണ് ഈ F into ds എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമ്മേഷൻ, ഇന്റഗ്രേഷൻ മീൻസ് വാട്ട് സമ്മേഷൻ ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ F into ds എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഫോഴ്സ് ഉണ്ട്, ആ ചെറിയ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ds മീൻസ് വാട്ട് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. അത് മൊത്തത്തിൽ 1 to 2 ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ we will get the area of that irregular shape. ഇത്രയും ഓർത്താൽ മതി, നമുക്ക് ഇക്വേഷൻ മാത്രം മതി. ഞാൻ കൺസെപ്റ്റ് പറഞ്ഞതാണ്. When the force is constant, force displacement എന്ന് പറയുന്നത് F into s is equal to work done. When the force is linearly varying, അതായത് ഗ്രാജുവലി ഇൻക്രീസിങ് അല്ലെങ്കിൽ ഗ്രാജുവലി ഡിക്രീസിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ട്രയാംഗിൾ ആയിരിക്കും കിട്ടുന്നത്. That is equal to half into F into s. Okay, that is half BS, triangle radial equation. And when the force is varying as a function of displacement, then what is the equation? Then we will get the equation work done is equal to F into ds from 1 to 2. ഏത് പൊസിഷനിൽ നിന്ന് ഏത് പൊസിഷൻ വരെയാണ് മൂവ് ചെയ്യുന്നത് അതിനിടയ്ക്കുള്ള ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് F into ds ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വർക്ക് ഡൺ. ഈ മൂന്ന് ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തോ, എൻ്റർ ചെയ്തോ, ഫോളോ ചെയ്യുന്നുണ്ടോ എല്ലാവരും? ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പേര് മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ മൂവ് ചെയ്തത് നമ്മളാണ് ഞാൻ വിളിക്കാത്തത്. നമ്മൾ ഫോളോ ചെയ്യുന്നുള്ള അസംഷനിലാണ് പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ വേറെ വർക്കൊന്നും ചെയ്ത് നമ്മളൊരു അവധി ദിവസം നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം, ആ ഇക്വേഷൻസ് മനസ്സിലാക്കണം, എന്നാലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, sir. ഇക്വേഷൻ നോട്ട് ചെയ്തോ, എല്ലാവരും നോട്ട് ചെയ്തോ? രാജേഷ് ഓൺലൈൻ ഉണ്ടോ? നോട്ട് ചെയ്തോ രാജേഷ്? രാജേഷ് ഓൺലൈൻ ഇല്ല. റിയാസ് മാലിക്, റിയാസ് ഓൺലൈൻ ഉണ്ടോ? എല്ലാവരും ഉറപ്പാൻ തോന്നുന്നത് വൺ ചെയ്ത് വെച്ചിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? സൽമാൻ ഫാരിസ്, ഓൺലൈൻ ഉണ്ടോ? സൽമാൻ ഫാരിസ്, ഓൺലൈൻ ഉണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ. ഓക്കെ, സൽമാൻ ഫാരിസ് ഇല്ല. സുഹൈൽ എനസ്, സുഹൈൽ ഓൺലൈൻ ഉണ്ടോ? സുഹൈൽ, സൂരജ് രാജു, ഹലോ. പ്രസന്റേഷൻ കാണുന്നില്ലേ? ഹലോ, ഉണ്ട് സാർ. കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ. സുഹൈൽ ഓൺലൈൻ ഉണ്ടോ?
സുഹൈൽ ഓൺലൈൻ ഉണ്ടോ? സുഹൈൽ ഇത് പോയിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10:30 മണിയാകുമ്പോൾ വരും അറ്റൻഡൻസ് പറയാൻ വേണ്ടിയിട്ട്. ഇത് എന്താ കയറുന്നത്? എന്ത് കാര്യമുണ്ട്? ആർക്ക് വേണ്ടിയിട്ട് അറ്റൻഡൻസ് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? കുറച്ച് പേര് അങ്ങനെയാണ്. അറ്റ്ലീസ്റ്റ് ചാറ്റ് മെസ്സേജ് എങ്കിലും ഇടാലോ. അപ്പൊ ഇത് നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. ഇനി നമുക്ക് ഇമ്പൾസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് വളരെ ഷോർട്ട് ടൈമിലുണ്ടാവുന്ന ഹ്യൂജ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇമ്പൾസ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഒരു ബോളർ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബോൾ വന്നിങ്ങനെ ഹൈ വെലോസിറ്റി ഇങ്ങനെ എറിയുന്നുണ്ട് അല്ലെ. ഹൈ വെലോസിറ്റി എറിയുമ്പോൾ ബാറ്റ്സ്മാൻ എന്താ ചെയ്യുന്നത്? വളരെ ഷോർട്ട് ടൈമിൽ വളരെ ഹെവി ഫോഴ്സ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്, ഫോഴ്സ് ഇൻ ടു ടൈം. അപ്പൊ ആ ടൈം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹെവി ഫോഴ്സിന്റെ ടൈമിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പൾസ് ക്യാൻ ഓൾസോ ബി ചേഞ്ച് ഓഫ് മൊമെന്റം എന്നുള്ള രീതിയിൽ നമ്മൾ ഇമ്പൾസിനെ പറയാറുണ്ട്. ദാറ്റ് ഈസ് ഫൈനൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം എങ്ങനെയായിരുന്നു? ബോളർ ബോൾ ചെയ്തപ്പോൾ ഫൈനൽ മൊമെന്റത്തിന് ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യുന്നു, ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു അല്ലേ. ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് ബാറ്റ്സ്മാൻ ചെയ്തതിന് ശേഷമുള്ളതാണ് ഫൈനൽ മൊമെന്റം. ഇനിഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് ബോളർ ചെയ്തതിന് ശേഷം, ബോളിംഗ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഇനിഷ്യൽ മൊമെന്റ്. അപ്പൊ അത് തമ്മിലുള്ള ചേഞ്ച് ഇൻ മൊമെന്റ്, അതായത് ബോൾ വന്ന് ഹിറ്റ് ചെയ്തിട്ട് അതിന്റെ ഡയറക്ഷനും വെലോസിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ, കാരണം ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആ മാസ് സെയിം തന്നെയാണ്. Mass of the ball is remaining same, but the velocity of the ball is changing. Initially, the velocity of the ball and the direction of the velocity was also towards the batsman, and finally, the batsman bat ചെയ്തതിന് ശേഷം ആ ബോൾ എന്ത് ചെയ്യുന്നത്, തിരിച്ച് വേറെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് വിത്ത് എ ഡിഫറെന്റ് വെലോസിറ്റി. അപ്പൊ ഈ മാസിന്റെ വെലോസിറ്റി ആണ് നമുക്ക് എന്താ പറയുന്ന മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും ഇനിഷ്യൽ മൊമെന്റും നമുക്ക് കിട്ടും. അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ we will get the impulse. That is the sudden force that is acting per unit time, sudden force acting. Okay, അപ്പൊ അതാണ് നമുക്ക് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കാം എന്താണ് ഇമ്പൾസ് എന്നുള്ളത്. അപ്പൊ അത് ചോദിക്കാം. അതിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതിന്റെ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾസോ വർക്ക് ഡൺ ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ആസ് എ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് വാട്ട്സ് ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി? What's the equation for kinetic energy? Anyone? Kinetic energy equation എന്താണ്? half mv square. Half mv square. Okay, അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് വേറൊരു സ്ഥലത്തിലേക്ക് വേറെ ഡയറക്ഷനിൽ പോകുമ്പോൾ അവിടെ വെലോസിറ്റി ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് we can say that there is a change in kinetic energy. That change in kinetic energy is termed as the work done. Okay, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്തേ. പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു. പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്തേ എല്ലാവരും. ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്യാം. നമ്മൾ അധികം പ്രോബ്ലം ചെയ്യില്ല, കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ ആ കൺസെപ്റ്റ് പറഞ്ഞ് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി പ്രോബ്ലംസ് നിങ്ങൾ കൂടുതൽ ഇതായിട്ട് വർക്കിന്റെ പ്രോബ്ലംസ് കൂടുതൽ ചെയ്യണം. നേരത്തെ ലിഫ്റ്റിന്റെ പ്രോബ്ലംസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. അതിനെ തന്നെ കണക്റ്റഡ് ബോഡീസിന്റെ പ്രോബ്ലംസ് ഇതിനകത്ത് ഏതെങ്കിലും ആയിരിക്കും കൂടുതലും ചോദിക്കാൻ ചാൻസ്. വർക്കിന്റെ ഇത് ചോദിക്കുന്നതിനെക്കാളും കൂടുതൽ പ്രോബബിലിറ്റി ചോദിക്കാൻ ചാൻസ് കണക്റ്റഡ് ബോഡി, ലിഫ്റ്റ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വർക്ക് ചോദിക്കാറുണ്ട്. ഈ പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്യാം. എ ബോഡി വെയിങ് 40 Newton drops freely from a height of 50 meter and penetrates into the ground by 100 centimeter. Find the average distance to penetration and the time of penetration. Find the average distance to penetration and the time of penetration. Question ഒരു വായിക്കാം. We are having a body weighing 40 Newton. 40 Newton ഉള്ള ഒരു ബോഡി നമ്മുടെ കയ്യിലുണ്ട്. അതിനെന്ത് ചെയ്യും, നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഏതോ ഒരു ഹൈറ്റിൽ നിന്ന് അതിനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, ഫ്രീലി ഫോളിങ്. ഇറ്റ് ഇസ് ഫ്രീലി ഫോളിങ് ഫ്രം എ ഹൈറ്റ് ഓഫ് 50 meter, 50 meter ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യണം ആ ഒരു 40 Newton വെയിറ്റ് ഉള്ള ബോഡി. അപ്പൊ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത്
ഈ 50 മീറ്റർ ട്രാവൽ ചെയ്ത് താഴെ എത്തിയപ്പോൾ അതെന്ത് താഴെ വെറുതെ അവിടെ വന്ന് വീഴുക മാത്രമല്ല, അതെന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടിനെ പെൻട്രേറ്റ് ചെയ്ത് എത്ര 100 സെന്റിമീറ്റർ ഗ്രൗണ്ടിനെ പെൻട്രേറ്റ് ചെയ്ത് താഴേക്ക് പോയി. ഫൈൻഡ് ദ ആവറേജ് റെസിസ്റ്റൻസ് ടു പെൻട്രേഷൻ ആൻഡ് ദ ടൈം ഓഫ് പെൻട്രേഷൻ. നമ്മൾ ആ റെസിസ്റ്റൻസ്, ഗ്രൗണ്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഫോഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനൊക്കെ തന്നെ എത്രത്തോളം സമയം എടുക്കും പെൻട്രേഷൻ, അതായത് ഗ്രൗണ്ടിൽ വീണ് അത് പെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രൗണ്ടിലേക്ക് പെൻട്രേറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്ത് സ്റ്റാൻഡ് സ്റ്റിൽ ആവാൻ വേണ്ടിയിട്ട്. അതായത് പെൻട്രേഷൻ മീൻസ് വാട്ട്, അത് ഗ്രൗണ്ടിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഡീസലറേഷൻ സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് 0 വെലോസിറ്റിയിൽ എത്തുന്നത്. അപ്പൊ അതിനെടുത്ത സമയമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യും, എങ്ങനെ ചെയ്യാൻ പറ്റും, ഹൗ വി ക്യാൻ ഡു ദിസ് പ്രോബ്ലം. ഫസ്റ്റ് ഒന്നിൽ വായിക്കാം. A body weighing 40 Newton drops freely from a height of 50 meter and penetrates into the ground by 100 centimeter. Find the average distance to penetration and the time of penetration. Question എല്ലാവരും എഴുതിയെടുത്തോ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം? ചിലർക്ക് നമുക്ക് കുറെ ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഒറ്റയടിയിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഒക്കെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമോ? വാട്ട്സ് ഇക്വേഷൻ ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി വെലോസിറ്റി? താഴേക്ക് ഒരു ബോഡി നമ്മുടെ അടുത്ത് ഡ്രോപ്പ് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഹൈറ്റ് ഹൈറ്റുള്ള സ്ഥലത്തുനിന്ന് ഒരാളിവിടെ നിൽക്കുകയാണ്. കാരണം എന്ത് ചെയ്തു, ഇവിടെ ഒരു ബോഡി ഉണ്ട്, ബോഡി ഉണ്ടെന്ന് ഇതാണ് ഗ്രൗണ്ട്. ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് 50 മീറ്റർ. 50 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പൊ താഴേക്ക് ഫ്രീലി ഫോളോ ചെയ്യുന്നു. അത് താഴെ വീണതിന് ശേഷം ഒരു ഗ്രൗണ്ടിലേക്ക്, ഇത് താഴെ വീണതിന് ശേഷമുള്ള അവസ്ഥയാണ്. അപ്പൊ ഗ്രൗണ്ടിലേക്ക് ഒരു എത്ര സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ പെൻട്രേറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും പെൻട്രേറ്റ് ചെയ്തിട്ടാണ് വീഴുന്നത്. അപ്പൊ അത് എത്രത്തോളം റെസിസ്റ്റീവ് ഫോഴ്സ് ഗ്രൗണ്ട് ഓഫർ ചെയ്യുന്നു പെൻട്രേഷൻ അഗേൻസ്റ്റ്, അതായത് മൂവ്മെന്റ് മോഷൻ അഗേൻസ്റ്റ് ആയിട്ട്, അതുകൊണ്ടല്ല നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് കൂടാതെ ഈ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. തനിയെ ചെയ്യാമോ? പോസിബിൾ ആണോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോടെ. ഓക്കെ, ഇത് ഫോളോ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല. കറക്റ്റായിട്ട് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന പ്രോബ്ലംസും അതിന്റെ ഈസി ആയിട്ട് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ഒരുപാട് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിനെക്കാളും ഞാൻ ഒരു ടഫ് പ്രോബ്ലം എടുത്ത് ചെയ്തതാണ്. കാരണം ഒരുപാട് പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ഒരു ടഫ് പ്രോബ്ലം എടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് ബോഡി സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുന്നേ, ഗ്രൗണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വെലോസിറ്റി എന്തായിരിക്കും, ഗ്രൗണ്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി എന്തായിരിക്കും, ഹൗ വി ക്യാൻ, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അറിയാമോ ആർക്കെങ്കിലും? V is equal to root of 2gh എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഡെറിവേഷൻ ഒന്നും പഠിക്കണ്ട, നിങ്ങൾ സ്കൂൾ ഡേയ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. V is equal to root of 2gh, വെലോസിറ്റി ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി. വെലോസിറ്റി ഓഫ് ഫ്രീലി ഫോളിംഗ് പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഒരു ബോഡി ഫോൾ ചെയ്യുന്നു, എത്ര ഹൈറ്റിൽ ഫോൾ ചെയ്യുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി എത്രയായിരിക്കും? V is equal to root of 2gh താഴെ വീഴുന്നത്. ഓക്കെ, നമ്മൾ കാരണം താഴെ വീഴുന്നതെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ 50 മീറ്റർ 25 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ V is equal to root of 2gh h-നകത്ത് 25 കൊടുക്കുക. ഇപ്പോൾ 50 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ h എന്ത് ചെയ്യാം? h is equal to 50.
50 meter, g is equal to 9.81 meter. Sorry, per second square. G is equal to 9.81 meter per second square. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, വെലോസിറ്റി ഓഫ് ദ ബോഡി കിട്ടും ഗ്രൗണ്ട് ടച്ച് ചെയ്യുമ്പോൾ. ഇനി അപ്പോൾ ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എഴുതാം, വെലോസിറ്റി when body touches ground, ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഗ്രൗണ്ട് ടച്ച് ചെയ്യും, ഫൈനൽ വെലോസിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ഗ്രൗണ്ട് ടച്ച് ചെയ്യുമ്പോൾ ഉള്ളത്. Then velocity of the body after penetration, velocity after penetration, അതായത് ഈ ഒരു ബോഡി എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ ഒന്ന് ടച്ച് ചെയ്തു, അതിനുശേഷം ഗ്രൗണ്ടിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇത്രയും ഒരു വലിയൊരു കുഴി ഉണ്ടാക്കി, ഒരു ഗർത്തം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അതായത് എത്ര ഡിസ്റ്റൻസിലാണ് അത് ആഫ്റ്റർ പെനിട്രേഷൻ ടു 100 സെന്റിമീറ്റർ, 100 സെന്റിമീറ്ററിലേക്ക് പെനിട്രേറ്റ് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി എത്രയായിരിക്കും? എനി ഗസ്? 0. കാരണം അത് ഫൈനലി അവിടെ പെനിട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യുന്നത്, അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വെലോസിറ്റി കിട്ടും, ഗ്രൗണ്ട് ടച്ച് ചെയ്യുമ്പോൾ ഒരു വെലോസിറ്റി കിട്ടി, പെനിട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വെലോസിറ്റി കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യു ഓൾറെഡി നോ ദാറ്റ്. അല്ലെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ നമ്മളിത് വീഴുന്ന തൊട്ട് ആ ഒരു സമയത്തുള്ള വെലോസിറ്റി കണ്ടുപിടിച്ചു. വീണതിന് ശേഷം ഗ്രൗണ്ടിൽ പെനിട്രേറ്റ് ചെയ്ത് 100 സെന്റിമീറ്റർ മൂവ് ചെയ്തതിനു ശേഷമുള്ള വെലോസിറ്റി കണ്ടുപിടിച്ചു. 2 വെലോസിറ്റികൾ കണ്ടുപിടിച്ചു. അപ്പോൾ വെലോസിറ്റിയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പെനിട്രേഷൻ ഡിസ്പ്ലേസ്മെന്റ് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റൻസ് ഓപ്പോർഡ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ഡൺ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എടുത്തത്. അത് ഞാൻ പറയാം. നമുക്ക് വെലോസിറ്റി ഗ്രൗണ്ട് ടച്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി അറിയാം, പെനിട്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള വെലോസിറ്റി അറിയാം. അതായത് 2 വെലോസിറ്റികൾ കിട്ടി, ഗ്രൗണ്ടിൽ ഇവിടെ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി, പെനിട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 100 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വെലോസിറ്റി, 2 വെലോസിറ്റികൾ കിട്ടി. ഓക്കെ, അപ്പോൾ 2 വെലോസിറ്റികൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ, കാരണം മാസ് ഓഫ് ദ ബോഡി ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സ് തന്നിരിക്കുന്നു, വെയിറ്റ് ഓഫ് ദ ബോഡി തന്നിരിക്കുന്നതാണ്, മാസ് ഓഫ് ദ ബോഡി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് ബോഡി ഒന്ന് താഴേക്ക് വന്ന് വീഴുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ആ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് ഈ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന വർക്ക് ഡൺ. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ വർക്ക് ഡൺ. ഓക്കെ, അപ്പൊ ആ ബോഡി എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്താണ് അകത്തേക്ക് മൂവ് ചെയ്യുന്നത്. ആ പുഷ് ചെയ്യുന്ന വെലോസിറ്റി ചേഞ്ച് നമുക്ക് തന്നിരിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ ബൈ ദ ബോഡി ഓൺ ദ ഗ്രൗണ്ട്. അപ്പൊ വർക്ക് ഡൺ കിട്ടും. വർക്ക് ഡൺ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ കൺസെപ്റ്റ്, ഇവിടെ വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ് ആക്ച്വലി വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. വർക്ക് ഡൺ അതിനെവിടെയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ചെയ്തത് അത് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ്. വർക്ക് ഡൺ നമുക്ക് അതിന് ശേഷം എഴുതാം. വാട്ട് വിൽ ബി, ഇവിടെ നമുക്ക് ഇതാണ് ഇക്വേഷൻ, ഇങ്ങനെ ബോക്സിലാക്കിയേക്കാം. ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? ഹാഫ് എം വി സ്ക്വയർ അല്ല ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഹാഫ് എം ഇൻറ്റു എന്തായിരിക്കും വരിക, ഫൈനൽ ഇനിഷ്യൽ മൈനസ് ഫൈനൽ, നമുക്ക് എന്താണ് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ആണ് നമുക്ക് വരുന്നത്. അത് ഫസ്റ്റ് ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ V2 എത്ര ആയിരിക്കും? ഇവിടെ എത്രയാണ് V2 ഓൾറെഡി നമ്മൾ പറഞ്ഞു. V2 എന്ന് പറയുന്നത് ഇതാണ് V2, ദിസ് ഈസ് V1. ഓക്കെ, അപ്പോൾ അത് വെച്ച് ചേഞ്ച് ഇൻ കൈനറ്റിക് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ വരിക? ആലോചിച്ച് നോക്കി, എത്രത്തോളമാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ? ഏതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്? വർക്ക് ഡൺ എത്രയാണ്? നമുക്ക് ഗ്രൗണ്ടിൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എത്ര വരും? എത്രത്തോളം ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യുന്നത്?
ഈ കൈനറ്റിക് എനർജിയെ എന്തായിട്ടാണ് മാറ്റിയത്? കൈനറ്റിക് എനർജി ഓഫ് ദിസ് ബോഡി ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? എം ജി എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് എക്സ് ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. അത് 100 എന്ന് തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 100. അപ്പോൾ എം ജി ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമ്മൾ മീറ്ററിൽ കൺവേർട്ട് ചെയ്യണം. എത്ര വരും? 100 സെന്റിമീറ്റർ എത്ര മീറ്റർ ആണ്? 1 meter. അപ്പോൾ 100 സെന്റിമീറ്ററിന് പകരം നമുക്ക് ഇവിടെ ഞാൻ എഴുതാം ഈക്വൽ ടു 1 മീറ്റർ എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് 1 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഇത്. അപ്പൊ എം ജി എച്ച് ആണുള്ളത്. എച്ച് എന്ന് പറയുന്നത് ഈ ഹൈറ്റുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന ഗ്രൗണ്ടിലുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് ഞാൻ ഇവിടെ എക്സ് എന്ന് നോട്ട് ചെയ്തു. എം ജി എക്സ് അത് ട്രാവൽ ചെയ്തു. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്തത്? ഗ്രൗണ്ടിന്റെ റെസിസ്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്തത്. അപ്പോൾ എം ജി എക്സ് മൈനസ് റെസിസ്റ്റീവ് ഫോഴ്സിന് നമുക്ക് എഫ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. റെസിസ്റ്റീവ് ഫോഴ്സ് എഫ് ആർ. റെസിസ്റ്റീവ് ഫോഴ്സ് എന്നുള്ള രീതിയിൽ എഫ് ആർ എന്ന് പറഞ്ഞു കൊടുത്തു. റെസിസ്റ്റീവ് ഫോഴ്സ് ഇൻറ്റു എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എക്സ്. ഇതാണ് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും മിക്കവർക്കും ഡൗട്ട് ഉണ്ടാവുക ഇതെങ്ങനെ വന്നു എന്നുള്ളത്. അതായത് നമ്മൾ ബോഡി വന്ന് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം ഗ്രൗണ്ടിലേക്ക് ഇത്രയും ഡിസ്റ്റൻസ് പെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അതെന്ന് പറയുന്നത് അത്രയും പെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് എം ജി എക്സ് ആണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബോഡി നിൽക്കുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടേയിരുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് എഫ് ആർ ഇൻറ്റു എക്സ്, വേർ എഫ് ഇസ് ദ റെസിസ്റ്റീവ് ഫോഴ്സ്, എഫ് ആർ ഇസ് ദ റെസിസ്റ്റീവ് ഫോഴ്സ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓഫേർഡ് ബൈ ഗ്രൗണ്ട്. എക്സ് എന്ന് പറയുന്നത് എത്രയായാലും എക്സ് ഈസ് ഈക്വൽ ടു 1 തന്നെയാണ്, 1 മീറ്റർ. ഇവിടുത്തെ എക്സും 1 മീറ്റർ തന്നെയാണ്, ഇവിടുത്തെ എക്സും 1 മീറ്റർ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്ത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? ക്യാൻ ഫൈൻഡ് ഔട്ട് എഫ് ആർ. ഇതാണല്ലോ നമ്മളെ ഇക്വേഷൻ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് V2 ഉം V1 ഉം അറിയാമെന്നുണ്ടെങ്കിൽ എമ്മിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വാട്ട് ഇസ് എം? എം ഇസ് ഈക്വൽ ടു W ഇസ് ഈക്വൽ ടു എം ജി ആണല്ലോ. W ഇസ് ഈക്വൽ ടു എം ജി ആണ്. ടഫ് പ്രോബ്ലം തന്നെയാണ്, പക്ഷെ വിട്ടുകളയരുത്. ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. W/G. W തന്നിട്ടുണ്ട് 14 ന്യൂട്ടൺ. 40/9.8 ചെയ്ത് കഴിഞ്ഞാൽ എം കിട്ടും. അപ്പോൾ ഹാഫ് എം എന്ന് പറയുമ്പോൾ 40/9.8. ഇവിടെ ഡയറക്റ്റ് 40/9.8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം W ഇസ് ഈക്വൽ ടു എം ജി ആണ്. W തന്നിട്ടുണ്ട് 14 ന്യൂട്ടൺ. G നമുക്കറിയാം, അതിൽ നമുക്ക് എം കണ്ടുപിടിക്കാം. ആ എം എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു 40/9.8. V2 എന്ന് പറയുമ്പോൾ 0 വരും. V1 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ, ഇവിടെ എത്ര വാല്യൂ ആണ് V1 കിട്ടുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് വെച്ചിട്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ വാല്യൂ കിട്ടും. അത് ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക? എം ജി എക്സ് മൈനസ് എഫ് ആർ എക്സ്. എക്സ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. 1 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. ഗ്രൗണ്ടിനകത്തേക്ക് പെൻട്രേറ്റ് ചെയ്യുന്ന 1 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. അവിടെ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇട്ട് ഗ്രാവിറ്റി ഇൻറ്റു 1 മീറ്റർ മൈനസ് അതിനെ റെസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് എഫ് ആർ ആണ് റെസ്റ്റിംഗ് ഫോഴ്സ്. അത് എത്ര ഡിസ്റ്റൻസിലാണ് അത് റെസ്റ്റ് ചെയ്ത് നിർത്തുന്നത്? എക്സ് ഡിസ്റ്റൻസിലാണ്. ഇതാണ് ഇക്വേഷൻ. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എഫ് ആർ. ക്ലിയർ ആണോ? അത് ഇനി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ക്ലിയർ ആണോ? എഫ് ആർ എഫ് ആർ എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. റെസിസ്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് ഗ്രൗണ്ടിൽ ഒരുപാട് നമുക്ക് ട്രാവൽ ചെയ്യാതെ ബോഡി 1 മീറ്റർ ചെന്നപ്പോൾ തന്നെ ബോഡി നിന്നതുകൊണ്ടാണ്. ഇത്രയും വെലോസിറ്റിയിൽ വന്നിട്ടും 1 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് ബോഡി നിന്നതുകൊണ്ടാണ് ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എം ജി എക്സ് എന്ന് പറയുന്നത് താഴേക്ക് എക്സേർട്ട് ചെയ്യുന്ന, നമ്മൾ താഴേക്ക് ഗ്രൗണ്ടിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എം ജി എക്സ് ആണ്. താഴേക്ക് ഗ്രൗണ്ടിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. നമ്മളിപ്പോൾ ഒരു തെങ്ങിന്റെ മണ്ടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ്? ഒരു തെങ്ങിന്റെ മണ്ടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് എനർജിയാണുള്ളത്? പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. കൈനറ്റിക് എനർജി ആണോ? അല്ല, പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. ഒരു ഹൈറ്റിൽ ഒരു ബോഡി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. അത് ആ ഹൈറ്റിൽ തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് അത് ആ തെങ്ങിൽ നിന്ന് വിട്ട് വരുമ്പോൾ അതിന് ആ പൊട്ടൻഷ്യൽ എനർജി എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? കൈനറ്റിക് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്തു. അതുകൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൈനറ്റിക് എനർജി ആയി. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതാണ് എന്ത്? എം വി സ്ക്വയർഡ് എന്ന് പറയുന്നത്.
ഈ കൈനറ്റിക് എനർജി നിങ്ങളുടെ തലയിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ എന്തായി ട്രാൻസ്ഫർ ചെയ്യുന്നത്? തലയിൽ ഒരു ഇൻഡന്റേഷൻ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഇൻഡന്റേഷൻ മീൻസ് തലയിൽ ഇങ്ങനെ പെൻട്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. തേങ്ങ വന്ന് തലയിൽ പെൻട്രേറ്റ് ചെയ്തു. അപ്പൊ തലയിലേക്ക് പെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ കൈനറ്റിക് എനർജി എന്തായിട്ടാണ് അവിടെ കൺവേർട്ട് ആവുന്നത്? വീണ്ടും ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് എത്രത്തോളം ഹൈറ്റിൽ ഡെന്റ് വന്നു അത്രത്തോളം ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡന്റേഷൻ നമ്മൾ തല അതിന് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് FRX. നമ്മൾ ഈ ഗ്രൗണ്ടിന് പകരം നിങ്ങൾ തല ഓർത്താലും മതി. അപ്പൊ ആ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് FRX. നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിലേ മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? റെസിസ്റ്റീവ് ഫോഴ്സ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് തലയ്ക്ക് പെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ തലയ്ക്ക് അത്രയും റെസിസ്റ്റീവ് ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് MGX കൂടുതൽ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യും. കാരണം MGX നമുക്ക് താഴേക്ക് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്, താഴേക്ക് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കത്തുള്ളൂ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ റെസിസ്റ്റീവ് ഫോഴ്സ് വരുന്നത്. അപ്പൊ റെസിസ്റ്റീവ് ഫോഴ്സ് ഹൈ ആണെന്നുണ്ടെങ്കിൽ തലയിലേക്ക് അധികം പെൻട്രേറ്റ് ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെയാണ് ഗ്രൗണ്ടിൽ ചിന്തിക്കുക. ഗ്രൗണ്ടിൽ വന്ന് വീണു, ഗ്രൗണ്ടിൽ വന്ന് വീണപ്പോൾ താഴേക്ക് പെൻട്രേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? MGX കൊണ്ടാണ്. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയത് കൊണ്ടാണ് ആ ഒരു MGH എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് അത്രത്തോളം ഹൈറ്റിൽ നമുക്ക് വരുന്നത്. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗ്രൗണ്ട് ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് കൊടുക്കുന്നതാണ് FR×X. എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത് ചെയ്തത്, സ്റ്റോക്ക് ചെയ്തത്. അപ്പം FR×X ആണ് അത് കൊടുക്കുന്ന റെസിസ്റ്റീവ് ഫോഴ്സ്. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ നിങ്ങൾക്ക് നമുക്കിത് ചെയ്യാം. അതായത് FR എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ഫോഴ്സിന് കൊടുത്ത ഡിനോമിനേഷൻ ആണ്. അത് വേണമെങ്കിൽ സൈഡിൽ എഴുതി വെക്കുക. ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മാച്ചു. നിങ്ങൾക്ക് ഈ ഒരു ഇത് ഡൗട്ട് വരാനുള്ളത് MG - FR × X. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് MG എന്ന് പറയുന്നത് എന്താണ്? താഴേക്ക് വരുന്ന ഫോഴ്സ് ആണ്. ബോഡി ഇവിടെ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന താഴേക്ക് ഉണ്ടാകുന്ന വെയിറ്റ് ആണ് MG. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആര് കൊടുക്കുന്നത്? റിയാക്ഷൻ ഫോഴ്സ് മുകളിലേക്ക് വരുന്നത്, അല്ലേ? അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നവരെ ശ്രദ്ധിക്കുക. നമ്മളൊരു ബോഡി ഒരു സർഫസ് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോഡി സർഫസ് ഇരിക്കുമ്പോൾ അതിന് വെയിറ്റ് ഓഫ് ദ ബോഡി MG എന്ന് പറയുന്നത് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സ് ഏതാണ്? അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ആരാണ്? റിയാക്ഷൻ ഫോഴ്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? FR എന്ന് പറയുന്നത്. അപ്പൊ MG = FR ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി അവിടെ തന്നെ നിൽക്കും. MG കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, FR-നെക്കാട്ടിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി താഴേക്ക് മൂവ് ചെയ്യും. മനസ്സിലായി? ആ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് X. ഇപ്പൊ ക്ലിയർ ആണോ? അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാതെ ഈ ചിലർക്ക് മിക്കവർക്കും എടുക്കണം. അപ്പൊ നിങ്ങൾ ഇത്ര ഞാൻ ഈ മുകളിലത്തെ ഒന്ന് മാറ്റോട്ടോ. മുകളിലത്തെ ഞാനൊന്ന് മാറ്റോട്ടോ. വെലോസിറ്റി X എന്താണെന്നൂടി പറഞ്ഞു, മനസ്സിലായില്ല. Xന്റെ ഞാനിപ്പോ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും നോക്കിയിരുന്നെങ്കിൽ ഞാൻ വേറൊരു കേസ് പറയും. ഇതൊരു സർഫസിൽ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഇരിക്കുന്നു. റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ മാസ് ഉണ്ട്, മാസ് M ആണ്. മാസ് M ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ്. W = mg. ഈ ബോഡി ഇവിടെ സപ്പോർട്ട് ചെയ്ത് അവിടെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സർഫസ് എന്ത് ചെയ്യണം? മുകളിലേക്ക് ഒരു നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സ്. അതിനാണ് നമ്മൾ FR എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തത്. FR എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ കേട്ടോ. ഇതിന് FR എന്ന് പറഞ്ഞാൽ R എന്ന് വേണമെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞത് R എന്ന് കൊടുക്കാം. അപ്പൊ ഇത് രണ്ട് ഈക്വൽ, R = W ആകുമ്പോൾ എന്ത് പറ്റും? ഈ ബോഡി അവിടെ തന്നെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇത് കൂടി കഴിഞ്ഞാൽ, വെയിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വെയിറ്റ് ഓഫ് ദ ബോഡി R-നെക്കാട്ടിലും കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതായത് വെയിറ്റ് റിയാക്ഷൻ നമുക്ക് ഒരു പരിധി വരെ ഉണ്ട്. അതിനെക്കാട്ടിലും കൂടുതലാണ് വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ബോഡി താഴേക്ക് മൂവ് ചെയ്യും, അല്ലേ? ഈ ബോഡി ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത്രത്തോളം ഡിസ്റ്റൻസിൽ മൂവ് ചെയ്തെന്ന് വിചാരിക്കുക. ഗ്രൗണ്ടിനെ പെൻട്രേറ്റ് ചെയ്ത് ഇത്രത്തോളം ഡിസ്റ്റൻസിൽ മൂവ് ചെയ്തു. ഇതൊരു ഗ്രൗണ്ട് ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നമ്മളെ ബ്ലോക്ക് കണ്ട് ഇവിടെ വീണ്ടും ഉണ്ടാവണം. അപ്പൊ X ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് വീണ്ടും നിന്നു. ഓക്കെ, X ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോഴാണ് വീണ്ടും നിന്നത്. നമ്മൾ മുകളിൽ നിന്ന് വീണപ്പോ നമ്മൾ സർഫസ് എന്ത് ചെയ്തു? റെസിസ്റ്റീവ് ഫോഴ്സ്, റിയാക്ഷൻ ഫോഴ്സ് കൊടുത്തു. പക്ഷെ റിയാക്ഷൻ ഫോഴ്സിനെ ഓവർകം ചെയ്ത് ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അപ്പോൾ MG - R ആണ് എന്ത്? നമുക്ക് നെറ്റ് ഫോഴ്സ് താഴേക്ക് വരുന്നത്.
ഓക്കെ, നെറ്റ് ഫോഴ്സ് താഴേക്ക് വരുന്ന എന്താണ്? എം ജി മൈനസ് ആർ, വേർ ആർ ഇസ് ദ റിയാക്ഷൻ ഫോഴ്സ്. ആ ആറിന് പകരം നമ്മുടെ എഫ് ആർ കൊടുത്തത്. ആർ എഫ് ആർ സെയിം തന്നെയാണ് കേട്ടോ. റിയാക്ഷൻ ഫോഴ്സ് എന്താ ആർന്ന് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ എഫ് ആർ എന്ന് ആദ്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത്. റിയാക്ഷൻ ഫോഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയുമ്പോൾ എം ജി മൈനസ് ആർ എന്നുള്ള കൊടുക്കാം. അത് എത്രത്തോളം ഡിസ്റ്റൻസിലാണ് അത്രയും എനർജി ആയിട്ട് വരുമ്പോൾ നമുക്ക് എനർജി എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് വേണ്ടി. അപ്പൊ എത്ര ഡിസ്പ്ലേസ്മെന്റ് ആണ് അത് നിന്നത്? എക്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എം ജി ഇൻറ്റു എക്സ്, എം ജി മൈനസ് ആർ ഇൻറ്റു എക്സ് ആണ് നമുക്ക് അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. കാരണം എം ജി മൈനസ് ആർ എന്ന് പറയുന്നത് എന്തോന്നു? എം ജി താഴേക്കാണ്. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ഷൻ ഫോഴ്സ് വന്നു. അപ്പോൾ എം ജിയും ആറും സെയിം ആയിരുന്നുണ്ടെങ്കിൽ സീറോ ആയി പോയെന്ന്. അതായത് എം ജി ആറും സെയിം ആയിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അത് രണ്ടും ക്യാൻസൽ ആയിട്ട് സപ്പോർട്ട് അവിടെ തന്നെ നിന്നാല് താഴേക്ക് പെൻട്രേറ്റ് ചെയ്തില്ല. എം ജി ആറിനെക്കാട്ടിലും കൂടുതലായത് കൊണ്ടാണ് താഴേക്ക് പെൻട്രേറ്റ് ചെയ്തത്. അത് എത്രത്തോളം ഡിസ്റ്റൻസിൽ പെൻട്രേറ്റ് ചെയ്തു? എക്സ് ഡിസ്റ്റൻസിൽ പെൻട്രേറ്റ് ചെയ്തു. സോ എം ജി മൈനസ് ആറിന്റെ എക്സ് ആണ് അവിടെ ചെയ്യുന്ന വർക്ക്. അതിനുശേഷം അത് സ്റ്റില്ലായി. മനസ്സിലായോ? മനസ്സിലായോ? ഒരു കല്ലെടുത്ത് നിങ്ങൾ മുകളിൽ നിന്ന് തറയിടുന്നു, കല്ല് മണ്ണിലേക്ക് താന്നു പോയിട്ട് അത് നിന്നു. അപ്പൊ എത്ര ഡിസ്റ്റൻസ് താന്നു? അത് എക്സ് ഡിസ്റ്റൻസ് താന്നു. ഓക്കെ, വെയിറ്റ് ഓഫ് ദ കല്ലിന് എഗൻസ്റ്റ് ആയിട്ട് ഗ്രൗണ്ട് എന്ത് കൊടുക്കുന്നുണ്ട്? റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ റിയാക്ഷൻ ഫോഴ്സും വെയിറ്റും ഈക്വൽ ആയി കഴിഞ്ഞാൽ കല്ല് ആ സർഫസിൽ തന്നെ നിന്നാലേ പെൻട്രേഷൻ നടക്കില്ല. വെയിറ്റ് റിയാക്ഷൻ ഫോഴ്സിനെക്കാളും കൂടുതലായതുകൊണ്ട് ഗ്രൗണ്ടിനകത്ത് പെൻട്രേറ്റ് ചെയ്തു. അതിനുശേഷം അത് കുറച്ച് ദൂരം ചെന്നതിന് ശേഷം അത് നിന്നു. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് എങ്ങനെയായാലും നിൽക്കും ഒരു പൊസിഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ അത് എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എം ജി മൈനസ് ആർ ഇൻറ്റു എക്സ്. ഇത്ര ഓർത്താൽ മതി. ഇപ്പൊ വ്യക്തമാണോ? എം ജി താഴേക്ക്, റിയാക്ഷൻ ഫോഴ്സ് മുകളിലേക്ക്. റിയാക്ഷൻ ഫോഴ്സിനെ ഓവർകം ചെയ്താൽ മാത്രമേ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ എം ജി മൈനസ് ആർ ആണ് അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ്. ആ ഫോഴ്സ് ആണ് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ വർക്ക് ഡൺ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എം ജി മൈനസ് ആർ ആണ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് എന്താണ്? എം ജി മൈനസ് ആർ. അത് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ആണ് കേട്ടോ. എക്സ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എക്സ് ഡിസ്പ്ലേസ്മെന്റ്. എഫ് ഇൻറ്റു എക്സ് ആണ് നമുക്ക് വർക്ക് ഡൺ. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡൺ. ക്ലിയർ ആണോ അത്? എന്തുകൊണ്ട് എം ജി മൈനസ് ആർ വന്നു എന്നുള്ളത് ക്ലിയർ ആണ്. നമുക്ക് എനർജിയുടെ ടേമിൽ വേണമെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത ഫോഴ്സിന്റെ ടേം, ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത എനർജിയുടെ എം ജി എക്സ് മൈനസ് എഫ് ആർ എക്സ് എന്ന് പറയുന്നത് എനർജിയുടെ ടേമിലുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ആ എക്സ് 1 അല്ലേ? ഇവിടെ വന്നേക്കുന്ന എക്സ് എന്ന് പറയുന്നത് 1 ആണ്. കാരണം 100 സെന്റിമീറ്റർ ആണ് പെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 100 സെന്റിമീറ്റർ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. 100 സെന്റിമീറ്റർ പെൻട്രേറ്റ് ചെയ്തിട്ട് അത് നിന്നു. അപ്പൊ അവിടെ ചെയ്ത വർക്ക് എത്രയാ? എം ജി ആണ് താഴേക്കുള്ള ഫോഴ്സ്. വന്ന് വീണപ്പോൾ ഉള്ള താഴേക്കുള്ള ഫോഴ്സ് എം ജി ആണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ഷൻ ഫോഴ്സ് വന്നു. ഓക്കെ, ഇത് എത്ര ഡിസ്പ്ലേസ്മെന്റ് പോയി? എക്സ് ഡിസ്പ്ലേസ്മെന്റ് പോയി. രണ്ട് ഈക്വൽ, എം ജിയും ആറും ഈക്വൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ബോഡി താഴേക്ക് പെൻട്രേറ്റ് ചെയ്യില്ല. എം ജി എന്ന് പറയുന്ന ആറിനെക്കാട്ടിലും കൂടുതലായതുകൊണ്ടാണ് താഴേക്ക് പെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ അവിടെ ചെയ്ത വർക്ക് എന്ന് പറയുമ്പോൾ എം ജി മൈനസ് ആർ ഇൻറ്റു എക്സ് ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? വേറെ എക്സ് ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. എക്സ് ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ മീറ്ററിൽ വരുമ്പോൾ 1 മീറ്റർ. എക്സ് ഇസ് ഈക്വൽ ടു 1 മീറ്റർ. ക്ലിയർ ആണോ അത്? ദിസ് ഈസ് ദ വർക്ക്. ക്ലിയർ സർ. ഇതിനകത്ത് വർക്ക് ഡണ്ണിന് 2 ഫോർമുല ഉണ്ടോ? വർക്ക് ഡണ്ണിന് 2 ഫോർമുല ഇല്ല. വർക്ക് ഡൺ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. എപ്പോഴും വർക്ക് ഡൺ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മളൊരു ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചു അല്ലേ, ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എഫ് ഇൻറ്റു ഡി എസ് എന്ന് പറയും. എവിടെ തൊട്ട് എവിടെ നേരം 2 പ്ലേസ് എക്സ് എന്ന് പറയുന്ന x1 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും x2 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എസ്. അല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയും. കൈനറ്റിക് എനർജി ഉണ്ടായ ചേഞ്ച്, അതാണ് നമ്മൾ ഈ കേസിൽ കൺസിഡർ ചെയ്തത്. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ മുകളിൽ നിന്ന് വന്ന് വീഴുന്ന ആ ഇതുകൊണ്ടാണ് വർക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് എന്തുണ്ടാക്കിയത്? ഈ പെൻട്രേഷൻ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത ഈ ഇക്വേഷൻ വന്നത്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത്. ഇവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഇവിടെ തൊട്ട് ഇവിടെ വരെ വന്നപ്പോൾ ഉണ്ടായ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് അവിടെ വർക്ക് ചെയ്തത്. ആ വർക്ക് ചെയ്തതാണ് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്തു, അതിന് അഗേൻസ്റ്റ് ആയിട്ട് റിയാക്ഷൻ ഫോഴ്സ് വന്നു, അത് കോസ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ്. വ്യക്തമാണോ? ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസെപ്റ്റ് പക്കയാണ്. ഓക്കെ,
പക്ഷെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ നിങ്ങൾ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഞാൻ ആ പ്രിന്റഡ് ആയിട്ടുള്ള ഇത് കാണിക്കാം. അത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. ഇത് ഞാൻ മായ്ച്ചോട്ടെ? ഇത് മായ്ച്ചോട്ടെ? ടൈം കണ്ടുപിടിക്കാനല്ലേ? അത് രണ്ടാമത്തെ സെഷനാണ്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ പറഞ്ഞിട്ടില്ല. അതിന് നമ്മൾ ഇമ്പൾസ് മൊമെന്റ് ഇക്വേഷൻ എടുത്ത് വയ്ക്കണം. ഇപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. റെസിസ്റ്റീവ് ഫോഴ്സ്, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് ഇവിടെ എപ്പോഴും ഉദ്ദേശിക്കുന്ന. റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റീവ് ഫോഴ്സ്. അതാണ് ഞാൻ എഫ് ആർ എന്ന് പറഞ്ഞതും ആർ എന്ന് പറയുന്നതും എല്ലാം സെയിം തന്നെയാണ്. റിയാക്ഷൻ ആണ് ഞാൻ ആർ എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് റെസിസ്റ്റീവ് ഫോഴ്സ്. ഗ്രൗണ്ട് ബോഡിക്കകത്ത് കൊടുക്കുന്ന റിയാക്ഷൻ. ഇതാണ് നമ്മളുടെ പ്രിന്റഡ് ആയിട്ടുള്ള ഇത്. അതിനകത്തുള്ള റിയാക്ഷൻ ഫോഴ്സ് ഇതിനകത്ത് ആർ എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. വർക്ക് എനർജി പ്രിൻസിപ്പിൾ പ്രകാരം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വർക്ക്. അതിൽ നമുക്ക് എന്താ ആറ് നോക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്ത് ഫോഴ്സിന്റെ ടൈമിൽ പറഞ്ഞാൽ mg മൈനസ് ആർ ഇൻറ്റു ഈ ആറിന് പകരമാണ് ഞാൻ കേട്ടോ എഫ് ആർ കൊടുത്തത്. എഫ് ആറും സെയിം തന്നെയാണ് കേട്ടോ, ഡൗട്ട് വരരുത്. അതിനകത്ത് ഞാൻ എഫ് ആർ കൊടുത്തതേ ഉള്ളൂ. ഫസ്റ്റ് ഈ ഫോഴ്സ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എഫ് ആർ എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ആറ് റിയാക്ഷൻ ഫോഴ്സ് എന്നുള്ള രീതിയിൽ ആറെന്ന് കൊടുക്കാം. ആർ റിയാക്ഷൻ or resistive force. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? ഹാഫ് എം ബി ടു സ്ക്വയർ മൈനസ് എം ബി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് ആർ ഇൻറ്റു എക്സ് എന്നുള്ള ഇക്വേഷൻ കൊടുത്താൽ മതി. എം ജി എന്ന് പറയുന്നത് താഴേക്ക് വരുന്ന ഫോഴ്സ്, ആർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സ് ഇൻറ്റു എക്സ്. ഓക്കെ, നോട്ട് ചെയ്തോ? മനസ്സിലായോ? അത് എഴുതി നോക്കുമ്പോൾ ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രം നോക്കുക. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ പാർട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച റെസിസ്റ്റൻസ് ടു പെനിട്രേഷൻ മാത്രമാണ്. റെസിസ്റ്റൻസ് ടു പെനിട്രേഷൻ കണ്ടുപിടിച്ചു. ഇനി ടൈം ഓഫ് പെനിട്രേഷൻ കണ്ടുപിടിക്കണം. സർ ഈ എന്താണ് എം ജി എക്സ് ഇതില് എം മാറ്റണ്ടേ? അത് വെയിറ്റിലല്ലേ? എം ഇസ് ഈക്വൽ ടു എന്താണ്? W by G. W by G into G. അവിടെ 14 ആണല്ലോ. 14 എന്ന് പറഞ്ഞു എന്തുകൊണ്ടാ? എം ജി ആണ്. എം എന്ന് പറയുന്നത് W by G അല്ലേ? W by G into G എന്ന് വരും. എം ജി അല്ലേ? എം എന്ന് പറയുന്നത് W by എം ഇസ് ഈക്വൽ ടു W by G. എം ജി ആണ് വന്നേക്കുന്നത്. അപ്പോൾ W by G into G that is equal to W. എം ജി എന്ന് പറയുന്നത് W ആണ്. W ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
ഇത് ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് വർക്ക് എനർജി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് വരുന്നത്. അതാണ് നമ്മൾ റെസിസ്റ്റന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ടൈം ഓഫ് പെനിട്രേഷൻ കണ്ടുപിടിക്കുന്നത് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ളതാണ്. ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ ഇത് കഴിഞ്ഞ ശേഷം പറയണേ. കഴിഞ്ഞോ? നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോളെ. ഹലോ, സാർ എഴുതിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ, കഴിഞ്ഞില്ല. ആ, നോട്ട് ചെയ്യും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. തനിയെ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല എവിടെയാണ് സ്റ്റക്ക് ആവുന്നത്, എവിടെയാണ് മനസ്സിലാവാത്തത് എന്നുള്ളത്. തനിയെ ചെയ്താലേ മനസ്സിലാവണം. നമ്മൾ നോക്കി പകർത്തി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പരിപാടിയും കഴിഞ്ഞ് എഴുന്നേറ്റ് പോവാം. അതല്ല നമ്മുടെ ഉദ്ദേശം. കാര്യം മനസ്സിലാക്കിയിട്ട് തനിയെ എഴുതി നോക്കുക. തനിയെ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല എവിടെ എന്താണ് ഡൗട്ട് വന്നത്. അത് ശേഷം പിന്നെ ക്ലിയർ ആവും. ചെയ്ത് എഴുതിയത് ക്ലിയർ ആവും. ഓക്കെ, അനുപമ നോട്ട് ചെയ്തോ? Yes, sir. അനന്തു ബാലചന്ദ്രൻ. യെസ് സാർ, നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അജ്മൽ. കംപ്ലീറ്റ് ആകുമ്പോൾ പറയണേ. ഇമ്പൾസ് മൊമെന്റത്തിന്റെ കൂടി നോക്കാം. സംഭവം ആദ്യമേ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഇത് വരും, സ്റ്റക്ക് എന്നുള്ള രീതിയിൽ വരും. ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷെ ഇത് ഈ പാറ്റേണിലെ പ്രോബ്ലം ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇത് ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു പ്രോബ്ലമാണ് ഇത് പറഞ്ഞേക്കും. വർക്ക് എനർജി പ്രിൻസിപ്പിളിന്റെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഇമ്പൾസ് മൊമെന്റത്തിന്റെ അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്ന ഇമ്പൾസ് മൊമെന്റുമാണ്. ഇതൊരു 10 മാർക്കിന് എസ്സേ ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലമാണ്. ഡയറക്റ്റ് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഇത് വരുന്നത്. അപ്പോൾ 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ ഈക്വേഷൻസും അതിന്റെ ആപ്ലിക്കേഷനും കറക്റ്റ് ഫെമിലിയർ ആവും. കൂടുതൽ അപ്പോൾ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും, ഈസിയാണ്. ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. നിങ്ങൾ എത്രത്തോളം മാക്സിമം വർക്ക്ഔട്ട് ചെയ്യും, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത്രയും നല്ലതാണ്. ഞാൻ നിങ്ങൾക്ക് ഈ മോഡ്യൂളിന്റെ എല്ലാം നോട്ട്സ്, ക്യാപ്സ്യൂൾ നോട്ട്സ് നിങ്ങൾക്ക് ഇട്ട് തരാം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഡ്രൈവ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനകത്ത് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലാസ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ലെക്ചർ നോട്ട്സ്, ക്ലാസ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനകത്ത് കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ട്. മോഡ്യൂൾ വൈസ് ഉള്ള ക്യാപ്സ്യൂൾ നോട്ട്സ് ഉണ്ട്. അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എടുത്ത് റെഫർ ചെയ്ത് വേണം പഠിക്കാൻ. പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ. ഫസ്റ്റ് ചാൻസിൽ പാസ്സാവുന്നതാണ് ഏറ്റവും എളുപ്പം മെക്കാനിക്സ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അധികം മാർക്ക് വാങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഈസിയാണ് പാസ്സാകുന്നത്. 100 മാർക്കിന് ക്വസ്റ്റ്യൻ തരും, ഒരുപാട് ഓപ്ഷൻസും ഉണ്ടാവും എഴുതാൻ. എല്ലാ ക്വസ്റ്റ്യനും എഴുതണമെന്നില്ല, നമുക്ക് അറിയാവുന്ന മാത്രം എഴുതി കഴിഞ്ഞാൽ ഈസിയായിട്ട് പാസ്സാവും. 2 മോഡ്യൂൾ പക്കയായിട്ട് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനെങ്കിൽ തന്നെ 40 മാർക്ക് കിട്ടും. ഒരു മോഡ്യൂളിൽ നിങ്ങൾക്ക് 20 മാർക്കാണ്. 28 മാർക്ക് മതി. പക്ഷെ നമ്മളെല്ലാം മോഡൽ പഠിച്ചുകൊണ്ട് വരാൻ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ആ മോഡലിൽ ചിലപ്പോൾ ടഫായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യം പക്കയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക, പഠിക്കുന്ന മോഡൽസ് എല്ലാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പാസ്സാവാന്നുള്ളതുള്ളൂ. സാധാരണ പഠിക്കുന്ന പോലെ മറ്റേ സാധാരണ എക്സാം, ഓഫ്ലൈൻ എക്സാംസ്, സാധാരണ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് ഓഫ്ലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന അത്ര പോലും ബുദ്ധിമുട്ടില്ല ഈ ഒരു കേസ്. പക്ഷെ മെയിനായിട്ട് മിക്കതും ഓൺലൈൻ ആയതുകൊണ്ട് എഫേർട്ട് എടുക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഫെയിലിയർ വരുന്നത്. ഓഫ്ലൈൻ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി
പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ ഒരുപാട് ഡെപ്തിൽ പോകില്ല. ഞാൻ പാസ്സാക്കി എടുക്കുന്ന ഒരു ഇതിലായിരിക്കും പോകുന്നത്. കൂടുതൽ വർക്കൗട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. നല്ല മാർക്ക് മേടിക്കണം എന്നുള്ളവർ, ഹൈ മാർക്സ് മേടിക്കണം എന്നുള്ളവരൊക്കെ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെയാണ്, അത് നോട്ട് ചെയ്തോ? നമുക്ക് ആ ഇമ്പൾസ് മൊമെന്റത്തിന്റെ കൂടെ പറയാം. കഴിഞ്ഞോ? അതിനാൽ നൗഷാദ്, അതിനാൽ കംപ്ലീറ്റ് ആയോ? നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ? അന്ന കഴിഞ്ഞല്ലോ അല്ലേ? ഞാൻ പറയട്ടോ അടുത്തോ? കഴിഞ്ഞോ? കേൾക്കുന്നില്ല. ഇത് കഴിഞ്ഞല്ലോ അല്ലേ? 36 ആണല്ലോ വരുന്നത്. ഏതാണ്? വെലോസിറ്റിയോ? അല്ല, റിയാക്ഷൻ ഫോഴ്സ് 2036 ആണോ പറഞ്ഞത്? അത് കുഴപ്പമില്ല. അത് നിങ്ങൾ എന്തെങ്കിലും ആക്സിലറേഷൻ ഗ്രാവിറ്റി എന്തെങ്കിലും, ഇത് ഇക്വേഷൻ അല്ലേ കൊടുത്തത്? കറക്റ്റ് ഇത് തന്നെയാണ് കൊടുത്തത്. വാല്യൂസ് സാറേ ആ ഇക്വേഷനിൽ 9.81 ഇടുന്നു. 9.81 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണോ ചോദിക്കുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കാരണം m=w/g ആണ്. 40/9.81 ആണ്. m എന്ന് പറയുന്നത് എത്രയാണ്? ജി വെട്ടിപ്പോയില്ലേ ഇപ്പൊ? ഇല്ലല്ലോ, ആ ജി വെട്ടിപ്പോയില്ല. കാരണം എന്തുകൊണ്ടാ? ഈ സൈഡില് നമുക്ക് എം മാത്രമേ ഉള്ളൂ, ഈ സൈഡില് എമ്മും ജിയും ഉണ്ട്. അപ്പൊ അത് 40 തന്നെയാണ്. ഇവിടെ 6 അതിനൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് വരുന്ന എം മാത്രമേ ഉള്ളൂ, ജി ഇല്ല. w/g. അത് അവർ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഇടയ്ക്കൊരു സ്റ്റെപ്പ് വരും. അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു, ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഹാഫ് ഇൻറ്റു എമ്മിന് പകരം 40/9.81. 0 ഞാൻ എഴുതുന്നില്ല. മറ്റത് 31 - 31.32 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, മൈനസ് മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയി. അപ്പോൾ 31.32 സ്ക്വയർ എന്ന് എടുത്താൽ മതി. മൈനസ് പോകും. മൈനസ് പോകില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മൈനസ് ആണ് വരുന്നത്. മൈനസ് ഇതിനുള്ള മൈനസ് അല്ല, V1ന്റെ മൈനസ് അല്ല, മൈനസ് പുറത്താണുള്ളത്. ഇങ്ങനെ വരുന്നത്. ഈ മൈനസ് പുറത്തെടുത്തിട്ട് സ്ക്വയർ ചെയ്യും. V1 എന്നുള്ള സ്ക്വയർ അല്ല, V1ന്റെ വാല്യൂ ഇപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്, അതിനെ സ്ക്വയർ എടുക്കുക. അത് സ്ക്വയർ ഇൻറ്റു മൈനസ് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 - R എന്നത്. ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു എന്ത് ചെയ്തു? ആറിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തൊരു 40 പ്ലസ് ഈ മൈനസ് ഞാൻ ഇങ്ങേറ്റത്ത് കൊണ്ടുവന്നു. 40 + 40 / 2 × 9.81 × 31.32 സ്ക്വയർ. അതിനല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നു. ഓക്കെ ആണോ? അടുത്ത പറയട്ടോ? ക്ലിയർ ആണോ? കിട്ടിയോ എല്ലാവർക്കും വാല്യൂ? ഞാൻ ഇമ്പൾസ് മൊമെന്റത്തിന്റെ പറയാം. റിമൂവ് ചെയ്യണം, അതുകൂടി പറഞ്ഞു നിർത്താം. ഇമ്പൾസ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ പറയുന്നത്? ഇമ്പൾസ് മൊമെന്റത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പറയുന്നത് അതായത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് എന്ത്? ചേഞ്ച് ഇൻ മൊമെന്റ്. V2 - V1. ഇതാണ് നമ്മൾ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പറയുന്നത്. ആസ് പെർ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ, ഫോഴ്സ് ഇൻറ്റു ടൈം ഇസ് ഈക്വൽ ടു m × V2 - V1. ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഫോഴ്സിന്റെ ടൈം ആണ് നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ ആണ് അല്ലേ?
impulse force into time. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം. അതാണ് mv2 മൈനസ് mv1 എന്ന് എഴുതിയിരിക്കുന്നത്. ഓൾസോ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ടൈം. ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ എടുത്തത്. Impulse is equal to change in momentum. Impulse is equal to change in momentum. That is, impulse is also equal to force into time. That is, force into time എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ വരുന്നത്? Force into time. Impulse is equal to force into time. Impulse is equal to final momentum. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷൻ ചേർന്നിട്ട് വരുന്ന ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പറയാൻ. That is equal to final momentum എന്ന് പറയുന്നത് എന്താണ്? mv2 ആണ്. ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? mv1. രണ്ടിനകത്ത് മാസ് സെയിം ആയതുകൊണ്ട് നമുക്ക് m എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, that is force into display, force into time ആണ് ഒരു ഇമ്പൾസ്. that is equal to mv2 minus mv1. ഇതാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാലോ. ഓക്കെ, നമ്മൾ ആ ഇതിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഫോഴ്സ് ഇൻടു ടൈം ഇസ് ഈക്വൽ ടു, അത് ഇംപൾസ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം, ദാറ്റ് ഈസ് mv2 മൈനസ് mv1. അതും രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്യുന്നതാണ് ഇംപൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. രണ്ട് പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്ന് വർക്ക് എനർജി പ്രിൻസിപ്പിൾ, ഒന്ന് ഇംപൾസ് മൊമെന്റം. വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഇംപൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻടു ടൈം ഇസ് ഈക്വൽ ടു mv2 മൈനസ് mv1. ഇവിടെ നമ്മൾ ഫോഴ്സിന്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ഇൻ ദിസ് കേസ്? ഈ ഒരു പ്രോബ്ലത്തിലുള്ള ടോട്ടൽ ഫോഴ്സ് എത്രയായിരുന്നു? എത്രയെന്ന് നമ്മൾ പറഞ്ഞ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം വരുന്ന എന്തെന്ന് പറഞ്ഞ mg മൈനസ് r. അതാണ് ടോട്ടൽ ഫോഴ്സ്. ഹിയർ F is equal to mg minus r. Total force is equal to ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ആ ഫോഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് മൊമെന്റം ട്രാൻസ്ഫർ ഉണ്ടാവുന്നത്. അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg മൈനസ് r ആണ്. എഫിന് പകരം ഞാൻ എന്ത് കൊടുത്തു? mg മൈനസ് r കൊടുത്തു. ടി mg മൈനസ് r ഇൻറ്റു ടി. എഫ് ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg മൈനസ് r ആണ്. mg ആയിരുന്നു താഴേക്ക് വന്ന ആ ബോഡിയുടെ ഫോഴ്സ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ഫോഴ്സ് ആണ് റിയാക്ഷൻ ഫോഴ്സ്. അത് രണ്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി അവിടെ തന്നെ നിൽക്കും, സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പക്ഷെ അത് കൂടുതൽ വന്നു, mg കൂടുതൽ വന്നപ്പോൾ mg മൈനസ് r എന്ന് വരും. അത് അത്രയുമാണ് താഴേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയത്. അത് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളിപ്പോൾ ഫോഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് വർക്ക്. അപ്പോൾ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സിന്റെ ടൈം ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇമ്പൾസ് എന്നുള്ള രീതിയിൽ. ദാറ്റ് ഈസ് ഫോഴ്സ് എന്ന് പറയുന്നത്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് mg മൈനസ് r ആണ്. ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു mv2. m നമുക്ക് ഓൾറെഡി അറിയാം. ഇത് ഞാൻ m കോമൺ എടുത്തു. അപ്പോൾ v2 മൈനസ് v1. രണ്ടിലും m തന്നെയാണ് വന്നത്. അതുകൊണ്ട് m സെയിം തന്നെയാണ്. ബോഡിയുടെ മാസിന് ചേഞ്ച് ഒന്നും വന്നില്ല. അപ്പോൾ m കോമൺ എടുത്ത് ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m ഇൻറ്റു g 40 ഓൾറെഡി തന്നിട്ടുണ്ട്. മൈനസ് r, നമ്മളിപ്പോൾ r കണ്ടുപിടിച്ചു. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. r ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നീട് ടൈം ഇസ് ഈക്വൽ ടു ടി, അതാണ് കണ്ടുപിടിക്കേണ്ടത്. m എന്ന് പറയുമ്പോൾ എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു v2. ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 31.3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ടി. മനസ്സിലായോ? ഇത്രയും കാര്യം മാത്രം നോക്കിയാൽ, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ മാത്രം നോക്കിയാൽ മതി. നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇമ്പൾസ് കണ്ടുപിടിക്കണം. ഇമ്പൾസിന്റെ പറയുന്ന ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ടൈം ഓഫ് പെനിട്രേഷൻ ആണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ വഴി നമ്മൾ ടി കണ്ടുപിടിച്ചാൽ മതി. വ്യക്തമായോ? ഞാനിത് പ്രിന്റഡ് കാണിക്കട്ടോ. ഇത് വ്യക്തമായോ? ഒരു മിനിറ്റ്. ഇത് തന്നെ നോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പിന്നീട് ഒന്ന് റെഫർ ചെയ്താൽ മതി.
നമ്മൾ നോക്കിയിട്ട് ഇത് റെഫർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും. കാരണം ഇമ്പൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഫോഴ്സിന്റെ ടൈം ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ല, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് വർക്കാണ്. ഫോഴ്സിന്റെ ടൈം എന്ന് പറയുന്നത് ഇമ്പൾസ്. ആസ് പെർ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ, ഫോഴ്സ് ഇൻടു ടൈം ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഫോഴ്സ്, ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഗ്രൗണ്ടിൽ പെൻട്രേറ്റ് ചെയ്യുന്ന ടൈമിലുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെയാണ് ഫോഴ്സ് ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ ഒന്ന് ഹിറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഫോഴ്സ്, അതായത് mg താഴേക്ക് വരുമ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് റിയാക്ഷൻ ഫോഴ്സ് വരുന്നു. അതാണ് നമുക്ക് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയത്, അതായത് 100 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയത് അല്ലേ ഗ്രൗണ്ടിൽ. mg - r ആയിരുന്നു 100 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയത്. നമുക്കിവിടെ ഡിസ്പ്ലേസ്മെന്റ് വേണ്ട, നമുക്കിവിടെ നെറ്റ് ഫോഴ്സ് മാത്രം മതി. അതായത് mg - r ആണ് നെറ്റ് ഫോഴ്സ്. അത് എത്ര സമയത്ത്, വളരെ ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്നു, ഡീപ് ടൈമിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇമ്പൾസിന്റെ ഇക്വേഷൻ കിട്ടി, mg - r കിട്ടി. ഇതാണ് ചേഞ്ച് ഇൻ മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം mv2 ആണ്. v2 = 0 മൈനസ് mv1 ആണ്. mv1 ആ ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി, അവിടെ ഉണ്ടാവുന്ന മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഇമ്പൾസ്. v1ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി v √2 വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. v2ന്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാസ് ഓഫ് ദ ബോഡി = 40 / 9.81. ഇത് വെച്ചിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ടൈം ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ ഓർക്കുക. റെസ്റ്റ് ആൻഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ വർക്ക് ആൻഡ് പ്രിൻസിപ്പിൾ. ഓക്കെ, പ്രിന്റഡ് കാണിക്കട്ടോ? അത് ഇത് മതിയോ? ഇത് വെച്ചിട്ട് ചെയ്യോ? ഇതൊന്ന് നോട്ട് ചെയ്തു. വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് ഞാൻ ക്ലാരിറ്റി വന്നില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് വെച്ചിട്ട്. ഡയറക്റ്റ് ഇക്വേഷൻ പ്രോബ്ലംസ് ആണ്, വലിയ ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും വരുന്നില്ല. ഫെമിലിയർ അല്ലാത്തതിന്റെ ബുദ്ധിമുട്ടും പ്രോബ്ലം ടഫ് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും മാത്രമേ ഉള്ളൂ. ഫെമിലിയർ ആകുമ്പോൾ ഈ പ്രോബ്ലം ഒക്കെ ഈസി പ്രോബ്ലം ആയിട്ട് വരും. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയാണ് സ്റ്റക്ക് ആവുക എന്നുള്ളത് നോക്കുക, എന്നിട്ട് ചോദിക്കുക, അത് ക്ലിയർ ചെയ്ത് പഠിക്കുക. ഉണ്ടാകുന്ന സൈഡിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും പഠിക്കില്ല. വണ്ടിയിൽ വെച്ചിട്ട് വെറുതെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും പഠിക്കില്ല. എല്ലാ കൺസെപ്റ്റ് വരുന്നതാണ്, ആപ്ലിക്കേഷൻ വരുന്നതാണ്. ഹയർ, ഇതിന്റെ ഹയർ ആണ് നിങ്ങൾ പഠിച്ചു പോകാനുള്ളത്. ഇത് ജസ്റ്റ് ബേസ് ആണ് കേട്ടോ. മെക്കാനിക്സ് എന്ന് പറയുന്നത് വളരെ ബേസ് ആണ്. സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും വരുന്ന ബേസിക് ആയിട്ടുള്ളൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് മെക്കാനിക്സ്. യൂണിവേഴ്സിറ്റിയും അത് കൺസിഡർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ എടുക്കുന്നത്. വാല്യൂ എത്ര വന്നു? 0.063. ആ റേഞ്ച് തന്നെ വരുന്നത്. 0.06 തന്നെയായിരുന്നു. പിള്ളേർക്ക് അത് തന്നെയാണ് കിട്ടിയത്. ഞാനത് മാറ്റട്ടോ? അതുകൂടി നോക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് വേണ്ടി ഒരുപാട് സമയമെടുത്ത് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് സമയമെടുത്ത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഇതിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കുമ്പോൾ നമുക്ക് സമയം എടുത്ത് പറയാൻ പറ്റും. പെട്ടെന്ന് പിടിച്ച് കൂട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതാണ് എൻ്റെ ഉദ്ദേശം. ഫോളോ ചെയ്യാത്ത ആൾക്കാർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ ആയാലും മറ്റേ ക്ലാസ്സിലാണെങ്കിൽ രണ്ടിലേക്ക് കൊടുത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓഫ്ലൈൻ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തോന്നുന്നു വിചാരിക്കുന്നു. റിവിഷൻ ആയിട്ടേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഒക്ടോബർ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഫൈനൽ ആൻസർ നോക്കുക. 0.064. സംതിങ് അറൌണ്ട് 0.06 കിട്ടിയാൽ തന്നെ കറക്റ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ പഠിച്ച് ഇത് ചെയ്യേണ്ട ടൈം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം എക്സാം ആണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്നത്. സപ്ലിമെന്ററി ഒക്കെ ആയി കഴിഞ്ഞാൽ 100 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതിനകത്ത് നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായിരിക്കും.
ഇതിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ചാൻസിലാണ് ഏറ്റവും എളുപ്പം. സപ്ലിമെന്റ് നല്ല ടഫുമായിരിക്കും. കൂടെ പഠിക്കാൻ ആൾക്കാർ അധികം ഉണ്ടാകത്തില്ല. അതൊക്കെയാണ് കൺസ്ട്രെയിൻ. പറഞ്ഞു തരാൻ ഞാനുണ്ടാവില്ല, ഞാൻ വേറെ ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവധി ദിവസം വന്നിട്ട് പിന്നെ ക്ലാസ് ഇരുന്ന് അങ്ങനെയൊക്കെ പഠിക്കേണ്ടി വരും. പ്രത്യേകിച്ച് സബ്ജക്റ്റ് പറയുന്ന കാര്യങ്ങൾ പക്കയായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇതോടുകൂടി നമുക്ക് നിർത്താം. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ള കൈനമാറ്റിക്സ് കർവി ലീനിയർ ട്രാൻസ്ലേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിനകത്താണ് നമുക്ക് പ്രൊജക്റ്റൈൽ മോഷൻസ് ഒക്കെ വരുന്നത്. പ്രൊജക്റ്റൈൽ മോഷൻ നിങ്ങൾ സ്കൂൾ ഡേയ്സ് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മളൊന്ന് റിവൈസ് ചെയ്യും, പേടിക്കണ്ട. അപ്പോൾ എല്ലാവരും റോൾ നമ്പേഴ്സും പേരും ചാറ്റ് ബോക്സിൽ ഇട്ടിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ബുദ്ധിമുട്ടിച്ചില്ലാന്ന് വിചാരിക്കുന്നു. വേറെ ക്ലാസ് ഒന്നും ഇല്ല ഇല്ലല്ലോ? സാർ. ഇല്ല ഗോപാൽ വേറെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ ഇന്ന്? വേറെ ആരും വെച്ചിട്ടില്ലല്ലോ? വേറെ ഒന്നുമില്ല. ഇല്ല സാർ. ഇന്നലെ എൻ്റെ എനിക്ക് അവർ നഷ്ടപ്പെടുകയും ചെയ്തു. ഇന്നലത്തെ അവർ അതൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്. ടീച്ചേഴ്സിന് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടായതാണ്. എനിക്ക് ഓൾറെഡി ജസ്റ്റ് എനിക്കായിരുന്നു തേർഡ് അവറേ, എൻ്റെ അവറായിരുന്നു. അപ്പൊ അവര് തമ്മിൽ അബീദ മിസ്സും നസീമ മിസ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതാണ്. നസീമ മിസ് ഫസ്റ്റ് അവർ എടുത്തു എന്നാണ് അബീദ മിസ് വിചാരിച്ചത്. തേർഡ് അവർ എനിക്ക് അലോട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഫസ്റ്റ് അവർ നിങ്ങൾക്ക് ഇന്നലെ ആരും എടുത്തില്ല അല്ലേ? ഫ്രീ ആയിരുന്നല്ലോ. നസീമ മിസ് തേർഡ് അവർ എടുത്ത? അതെ അതെ, യഥാർത്ഥത്തിൽ നസീമ മിസ്സിന്റെ അവർ ഫസ്റ്റ് അവർ ആയിരുന്നു. അബീദ മിസ് വിചാരിച്ചു നസീമ മിസ് ഫസ്റ്റ് അവർ കയറിയെന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ സെക്കൻഡ് അവർ ആയിരുന്നു. സെക്കൻഡ് അവർ അബീദ മിസ്സിന് വേണമെന്ന് പറഞ്ഞ് അബീദ മിസ് സെക്കൻഡ് അവർ എടുത്ത് തേർഡ് അവർ എനിക്ക് അലോട്ട് ചെയ്തു. മിസ് അബീദ മിസ് വിചാരിക്കുന്ന ഫസ്റ്റ് അവർ നസീമ മിസ് കയറി എന്നാണ് വിചാരിച്ചത്. പക്ഷെ നസീമ മിസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച തേർഡ് അവർ ഞാൻ എടുക്കാം, ഫസ്റ്റ് അവർ അബീദ മിസ് എടുക്കണം. അതിൽ തമ്മിൽ വന്നൊരു കൺഫ്യൂഷനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നലെ ഫസ്റ്റ് അവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കൂടാതെ നഷ്ടം മെയിനായിട്ട് വന്നത് എനിക്കാണ്. എൻ്റെ ഒരു അവർ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് ശനിയാഴ്ച ഒരു റിവിഷൻ ഒരു ക്ലാസ് പോലും എനിക്ക് എക്സ്ട്രാ കിട്ടിയില്ല. കാരണം ഞാൻ പിന്നെ ഈവനിങ് ഉച്ചയ്ക്ക് ശേഷം വച്ചില്ല. രാവിലത്തെ അവർ മൊത്തം ബാക്കിയുള്ളവർ ഓക്യുപ്പൈ ചെയ്തു. എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നതാണ്. മെക്കാനിക്സ് ആണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്. മെക്കാനിക്സ് മാത്സ് ആണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും അവരവർ പറയും ആ സബ്ജക്ട് പഠിക്കണം, ഈ സബ്ജക്ട് പഠിക്കണം. എല്ലാ സബ്ജക്റ്റും നമുക്ക് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ പാസ് ആവാൻ പറ്റുള്ളൂ. എല്ലാം ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവുക, അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതാണ് ഈസി. കാരണം സപ്ലിമെന്ററി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സപ്ലിമെന്ററി 100 മാർക്കിനാണ് വരുന്നത്. അതുപോലെ ബുദ്ധിമുട്ട്. പിന്നെ അത് സപ്ലിമെന്ററി അല്ലെങ്കിലും തന്നെ ഭയങ്കര ഒരു ബേർഡനാണ്. നമുക്ക് മിനിമം മാർക്ക് സ്കോർ ചെയ്യുന്ന യഥാർത്ഥത്തിൽ വലിയ പാടൊന്നുമില്ല. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലോണം പാസ്സാവാൻ വേണ്ടി മാത്രമായിട്ട് പഠിക്കരുത്. കുറച്ച് നല്ല മാർക്ക് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പഠിക്കുക, കുറച്ച് താല്പര്യത്തോടെ പഠിക്കുക. സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നിയിട്ട് പഠിക്കുക. ഇഷ്ടം വരുത്തണം. ഇഷ്ടം അതിലായ സബ്ജക്ട് നമ്മളെയും വെറുക്കും. സബ്ജക്ട് നമ്മളെ വെറുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകും. നമ്മളുടെയാണ് ആവശ്യം, നമ്മൾ എന്തായാലും പാസ്സാവണം. അപ്പൊ നമ്മൾ ആദ്യമേ സബ്ജക്റ്റിനെ സ്നേഹിക്കുക, അതിനു വേണ്ടി പഠിക്കുക. പരീക്ഷ എന്നുള്ള രീതിയിൽ വരുമ്പോൾ മാത്രം പരീക്ഷയ്ക്ക് പഠിക്കുക, അല്ലാത്തപ്പോൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കുക. കാരണം ഇതൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആകുമ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്യും. ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കുറെ ബൈഹാർട്ട് പഠിച്ചിട്ടോ ഇക്വേഷൻസ് ബൈഹാർട്ട് പഠിച്ചിട്ടോ ഒന്നും നമുക്ക് കാര്യമില്ല. നമ്മൾ ആപ്ലിക്കേഷൻ കൂടി അറിഞ്ഞ് അതിന് താല്പര്യത്തോടെ പഠിച്ചാൽ മാത്രമേ ആപ്ലിക്കേഷൻ അറിയാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ പരീക്ഷയ്ക്ക് പാസ്സാവും. താല്പര്യത്തോടെ പഠിക്കുന്ന ഒരാളും പരീക്ഷയ്ക്ക് ഫെയിലാവില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കുക. അല്ലെങ്കിൽ താല്പര്യത്തോടെ പഠിക്കുക, നല്ല കുട്ടികളായിട്ട് പോവുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ. Thank you, sir. ഓക്കെ.